അല്പ നിമിഷങ്ങളിലെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. മതി. വളരെ ശ്രദ്ധയോടെ ഒരു നിമിഷം നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, മാറ്റമില്ലാത്ത ദൈവശബ്ദം നിന്റെ ദാസി കൂടെ രാവിലെ ഞങ്ങൾക്ക് ലഭിച്ചു. വീണ്ടും ഞങ്ങൾ ദൈവ വചനത്തിന് മുമ്പിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ദൈവാത്മ മണ്ഡലം നിറഞ്ഞു നിൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മുഴുവൻ പേരും ഇപ്പോഴും പിന്നീടും ഈ ദൂത ലൈവിൽ കേൾക്കുന്നവർ ഒരുപോലെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രൂശിനെ മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളാണ്. നമ്മൾ 21 40 ഇരുന്നാലൊന്നും ദൈവത്തിൻ്റെ വഴി മാറ്റത്തില്ല. ദൈവത്തിൻ്റെ വഴി എപ്പോഴും ദൈവത്തിൻ്റെ മാത്രം വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമുക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവം. ഒരു 7 കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. സമയം പോലെ നമുക്കത് ശാന്തമായി ചിന്തിക്കാം. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഇന്ന് പകൽ ദൈവം പുറപ്പെടും എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. 68-ാം സങ്കീർത്തനം വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുന്ന 2 വേദഭാഗങ്ങളാണ് നമ്മൾ 16-ാമത്തെ പകൽ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, നീ നിൻ്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവജനത്തിൽ നിറവേറ്റപ്പെടേണ്ടതിന് ദൈവം നേരിട്ട് എഴുന്നേൽക്കുന്ന, ദൈവം നേരിട്ട് നമ്മുടെ മുമ്പിൽ പുറപ്പെടുന്ന ഒരു വലിയ ദൈവമാണ്. നമുക്ക് തന്നെ നടന്നു നീങ്ങാനോ ജയിച്ചു കയറാനോ കഴിയാത്ത എല്ലാ മേഖലകളിലും നമുക്ക് മുമ്പായി നടകൊള്ളുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിച്ചറിയണം. എൻ്റെ ഈ വഴി ആര് തുറക്കും? എൻ്റെ ഈ യുദ്ധത്തിൽ എങ്ങനെ ഞാൻ ജയിക്കും എന്ന് ഭാരപ്പെടുന്ന ഏതൊരു വ്യക്തിയോടും ഞാൻ ഇന്ന് പകൽ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിനക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ രാവിലെ ഈ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കും മുമ്പ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവം എനിക്കുണ്ട്?
ഹല്ലേലൂയ. വളരെ ശാന്തമായി നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. രണ്ട് കാര്യങ്ങൾ: പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്തിനാണ് യഹോവ അവർക്ക് മുമ്പായി പോയത്? രണ്ട് കാര്യങ്ങൾ: ഒന്ന് വഴി കാണിക്കേണ്ടതിനും, രണ്ട് വെളിച്ചം കൊടുക്കേണ്ടതിനും. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ വഴിയുടെ പ്രശ്നം വന്നപ്പോൾ മരുഭൂമിയിൽ 40 വർഷം നല്ല പരിചയമുള്ള ആളാണ് മോശ. മിഥ്യാന്യ മരുഭൂമിയിൽ മിഥ്യാന്യ പുരോഹിതൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് 40 സംവത്സരം നടന്ന മോശയ്ക്ക് മരുഭൂമിയെക്കുറിച്ചും മരുഭൂമിയിലെ വഴികളെക്കുറിച്ചും മരുഭൂമിയിലെ വഴികളിൽ പതിയിരിക്കുന്ന ശക്തികളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ നല്ല ബോധ്യമുള്ള മനുഷ്യനാണ്. മോശയുടെ ജീവിതം 3 ഘട്ടങ്ങളാണ്. 40 വർഷം ഫറവോന്യ കൊട്ടാരത്തിൽ, 40 വർഷം മിഥ്യാന്യ മരുഭൂമിയിൽ, 40 വർഷം ഇസ്രായേൽ മക്കളോട് കൂടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര. ഈ 3 ഘട്ടമായി തിരിക്കുന്നതിൽ 40 വർഷത്തെ മരുഭൂമിവാസമുള്ള മോശയ്ക്കറിയാം മരുഭൂമി യാത്ര അത്ര സുഖകരമായ യാത്രയല്ല. അതിന് അദ്ദേഹം ഈ ജനത്തെ വിടിവിച്ചുകൊണ്ട് മരുഭൂമി വഴി പോകാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ബുദ്ധിയിൽ ഒരു കാര്യം ചെയ്തു. തൻ്റെ ഭാര്യയുടെ ആങ്ങളെ, തൻ്റെ അളിയനെ കൂടെ പുള്ളി വഴി കാണിക്കാനായിട്ട് വിളിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. കൃപ തന്ന് അഗ്നിയിൽ വെളിപ്പെട്ട് അഭിഷേകത്തിൻ്റെ അധികാരമേൽപ്പിച്ച ദൈവത്തിനറിയാം നിന്നെ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ. നീയായിട്ട് അളിയനെയോ അമ്മാവനെയോ വിളിച്ച് വഴി കാണിക്കാൻ മുന്നേ നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിനക്ക് അഭിഷേകം തന്ന് ശുശ്രൂഷയുടെ അധികാരമുള്ള വടി നിന്റെ പക്കൽ ഏൽപ്പിച്ച് ജനത്തിൻ്റെ മുമ്പിൽ നടക്കാൻ നിന്നെ ഏൽപ്പിച്ചവൻ അറിയാം നിന്നെ കനാനി വരെ കൊണ്ടെത്തിക്കുന്ന വഴി നടത്താൻ. അപ്പം നീ ദൈവത്തോട് ചോദിക്കാതെ ഇടയ്ക്ക് അളിയനെ വിളിച്ച് വഴികാട്ടിയായിട്ടൊന്നും നിർത്തരുത്. സ്തോത്രം. അപ്പം ഇങ്ങനെ അളിയനെ വിളിച്ച് വഴികാട്ടിയായിട്ട് നിർത്തിയപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മോശേ, ഞാൻ പകലും രാവും, നിങ്ങളപ്പോൾ അത് ശ്രദ്ധിക്കണം, പകലും രാവും നിനക്ക് വഴി കാണിക്കേണ്ടതിന് നിന്റെ മുമ്പാകെ ഞാൻ പുറപ്പെടുകയാണ്. രാത്രിയിൽ വെളിച്ചം തരുവാനും പകൽ വഴി കാണിക്കാനും നിന്റെ മുമ്പിൽ അളിയനെ വിടാമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നിന്റെ മുമ്പിൽ നടക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിൻ്റെ വഴി മുഴുവൻ, കൃപയിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്ന ഓരോ ദൈവ പൈതലിൻ്റെയും വഴി മുഴുവൻ നടത്താൻ അറിയാവുന്നവൻ നിന്റെ മുമ്പിലുണ്ട്. നീ അവനെ മാത്രം നോക്കി വേണം മുൻപോട്ട് പോകുവാൻ. 23-ാം അധ്യായത്തിൻ്റെ 20-21 ദൈവം അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കണം. ഒരു ദൂതനെ ഞാൻ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഒന്ന് വായിച്ചേരെ. 23-ന്റെ 20-21. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ട് എത്തിക്കേണ്ടതിനും. നിങ്ങൾ ആ പദങ്ങൾ ശ്രദ്ധിക്കണം. നിയമിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ട് എത്തിക്കേണ്ടതിന്, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്.
മുമ്പ് നമ്മൾ രണ്ട് കാര്യം ചിന്തിച്ചു. ഒന്ന്, പകലും രാവും വഴി നടത്തേണ്ടതിന്, രാത്രിയിൽ വെളിച്ചം തരേണ്ടതിന്. ഇപ്പൊ പറയുന്നു വഴിയിൽ നിന്നെ സൂക്ഷിക്കേണ്ടതിന്, നിയമിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ട് എത്തിക്കേണ്ടതിന്. എവിടെങ്കിലും കൊണ്ടെത്തിക്കാനല്ല. നിന്നെ ഞാൻ മിസ്രയീമിൽ വിളിച്ചിറക്കിയപ്പോൾ ഞാനൊരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തു തന്നെ നിന്നെ കൊണ്ട് എത്തിക്കേണ്ടതിന് ഞാൻ നിന്റെ മുമ്പിൽ ഒരു ദൂതനെ അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആത്മാവിൽ നീ അത് കാണണം. നിന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ദൂതൻ ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രക്കഥകളെ ഉടച്ച്, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, നിന്റെ വഴി ഇങ്ങനെ ഒരുക്കി, നിന്റെ വഴിയിൽ പതിയിരിക്കുന്ന പോരുകളുടെ മേൽ ജയം തന്ന് നിന്നെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാവിലെ നീ ആത്മാവിൽ ഗ്രഹിക്കണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ആരാണ് ഈ ദൂതൻ? യോഹന്നാൻ 17:12 യേശു പറഞ്ഞ ഈ ദൂതൻ ആരാന്ന്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ പറയണം. പഴയ നിയമത്തിലെ ഇസ്രായേലിനെയും പുതിയ നിയമ ഇസ്രായേൽ നമ്മെ കാക്കാൻ ദൈവം നിയമിച്ചാക്കിയ ദൂതൻ നമ്മുടെ കർത്താവാ. ഇന്ന് പകൽ നീ ധൈര്യത്തോടെ ഈ 16-ാമത്തെ പകൽ ആരാധിക്കേണ്ടത്, നിന്റെ മുമ്പിൽ ദൈവം ഇന്ന് പകൽ വഴി തുറക്കാൻ, വഴി കാണിക്കാൻ, ഇരുളിനെ ജയിക്കാൻ, പ്രതിസന്ധികളുടെ മേൽ ജയം തരാൻ ഒരു നല്ല വഴികാട്ടിയാക്കിയിട്ടുണ്ട്. നീ അവനോട് മറുത്തു മത്സരിക്കരുത്. നീ അവനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ അവനെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ നിന്നെ നിയമിച്ച സ്ഥലത്ത് കൊണ്ടയാക്കാൻ ഈ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാവിലെ കരമൊന്നടിച്ച് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കട്ടെ. നിന്നെ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വഴിയറിയാതെ, വ്യക്തമായ വഴി വെളിപ്പെടാതെ, ഒരു വഴി വെളിപ്പെട്ട് കിട്ടേണ്ടതിനായി കഴിഞ്ഞ 16 രാപകലുകൾ പാതപ്പെടുത്തിയിരിക്കുന്ന നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. തെറ്റാത്ത വഴിയെ, സ്തോത്രം പറയണം, തെറ്റാത്ത വഴിയെ, ആ വഴിയിൽ പതിയിരിക്കുന്ന പോര് നിന്നെ അടിക്കാത്ത വഴിയെ, ആ വഴിയിലെ ഇരുട്ട് നിന്നെ മൂടാത്ത വഴിയെ നിന്നെ കൊണ്ട് എത്തിക്കാൻ കഴിവുള്ള ഒരു നല്ല വഴികാട്ടിയായ ദൈവമുണ്ട്. ഓ രാബാബാ ശബ്ദരാധികമന. ഹല്ലേലൂയ. ദൈവമക്കൾ ഇന്ന് പകൽ തുറക്കപ്പെട്ട് കിട്ടേണ്ടതിനായി ആഗ്രഹിക്കുന്ന ചില വഴികളുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ വിവാഹമാന്നിരിക്കട്ടെ, 26 കഴിഞ്ഞു, 28 കഴിഞ്ഞു, 30 31 കല്യാണം നടക്കുന്നില്ല. അത് മോനാട്ടെ മോളാകട്ടെ. പഠിത്തം വെക്കുമ്പോൾ ജോലി വെക്കുന്നില്ല, ജോലി വെക്കുമ്പോൾ നിറം വെക്കുന്നില്ല, നിറം വെക്കുമ്പോൾ നീളം വെക്കുന്നില്ല, നീളം വെക്കുമ്പോൾ കുടുംബം വെക്കുന്നില്ല. ഏതെങ്കിലും കാരണങ്ങളാൽ നീണ്ടു പോകുകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉള്ളപ്പോൾ വഴി തുറക്കുന്ന ദൈവമുണ്ട്. നീ ഇന്ന് രാവിലെ ആ വിഷയം ദൈവത്തെ അങ്ങ് ഏൽപ്പിക്കേ. നിങ്ങൾ വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുൾ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്നും കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. നമുക്ക് ചരിത്രമറിയാം. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലുണ്ടായ മകൻ ഇസഹാക്കിന് വിവാഹപ്രായമായെന്ന അപ്പന് ബോധ്യമായി. ചെറുക്കനല്ല, പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്.
പെണ്ണിനോ ചെറുക്കനോ കല്യാണപ്രായമായെന്ന് തോന്നിയെന്നല്ല, അവന് വിവാഹപ്രായമായെന്ന് അപ്പന് ബോധ്യമായി. ഉത്തരവാദിത്വമുള്ള അപ്പൻ അത് മാട്രിമോണി കൊടുക്കാതെ തൻ്റെ കാര്യസ്ഥനെ കാര്യേൽപ്പിച്ചു. കാര്യസ്ഥോട് പറഞ്ഞ് എവിടെങ്കിലും ചെന്ന് ഏതിനേലും പൊക്കിക്കൊണ്ട് വരല്ലേ, നീ എൻ്റെ പിതൃദേശത്ത് ചെല്ലണം. എൻ്റെ സഹോദരങ്ങൾ അവിടെ പാർക്കുന്നുണ്ട്. എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എൻ്റെ മകനു വേണ്ടി നീ ഒരു ഭാര്യയെ ഒരുക്കണം. നീ ഒറ്റയ്ക്ക് അന്തരിക്കരുത്. എന്നെ മെസപ്പൊട്ടോമിലെ ഊറിൽ നിന്ന് ഈ കനാനെ കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന സകല അനുഗ്രഹങ്ങളും ഒടുവിൽ തന്ന ഈ മകനും ഉൾപ്പെടെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല സന്തോഷങ്ങളുടെ പുറകിൽ നിലകൊണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ കൂടെ വരും. സഹോദരൻ എല്ലാവരും പറഞ്ഞില്ല, ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യം നീ പോയി സാധിക്കാൻ വേണ്ടി നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ ഒരു കാര്യം സാധിച്ചോണ്ട് വരല്ലേ. ആ കാര്യം സാധിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ അയക്കുന്ന ആരെയാണ്? ഏത് ദൂതനെ? എന്നെ ഇന്ന് വരെ നടത്തിയ ദൈവത്തിന്റെ ദൂതനെ. സ്തോത്രം പറയണം. നിന്റെ വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, നീ ആ കാര്യം ഏൽപ്പിക്കേണ്ടത് നിന്നെ നടത്തിയ ദൈവത്തിന്റെ ദൂതനെ ആയിരിക്കണം. സന്തോഷമുണ്ടല്ലേ കരമടിക്കാവുള്ളൂ. നീ ഇന്ന് പകൽക്കാലം ഏത് ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ, ആ വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് നിന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്നെ നടത്തിയ ഒരു ദൈവമാണ്. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രതികൂലത്തിൽ, എൻ്റെ ഒറ്റപ്പെടലുകളിൽ എനിക്ക് യുദ്ധം നേരിട്ടപ്പോൾ, എൻ്റെ സഹോദരൻ ലോത്തിനെ പിടിച്ചോണ്ട് പോയപ്പോൾ, 5 രാജാക്കന്മാർ എതിരായിട്ട് വന്നപ്പോൾ, 6 ഒന്നിച്ചെഴുന്നേറ്റപ്പോൾ ഒക്കെ എന്നെ നടത്തിയ ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം ഇനിയും നടത്താൻ മതിയായവരാ. ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ ഒന്ന് വിശ്വസിച്ച് ആരാധിക്കാൻ കഴിവുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ആ ദൈവം ഇന്നും നടത്താൻ മതിയായവനാ. ഹല്ലേലൂയ. ഇറങ്ങിയ സ്ഥിതിയെല്ലാം മാറി. ഇപ്പോൾ മെസപ്പൊട്ടോമിൽ ഇറങ്ങലത്തെ അബ്രഹാമേ അല്ല, പാർക്കുന്ന ദേശത്തിന്റെ പ്രഭുവാ. നാട്ടുകാർക്ക് അവനെ ഭയമാ. 4 or 5 രാജാക്കന്മാർ വന്ന ഒറ്റയ്ക്ക് നേരിടാനുള്ള ശക്തി ഇവനുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്. അതിനുള്ള മാൻ പവർ ഉണ്ട്. അതിനുള്ള വീട്ടിൽ തന്നെ ജനിച്ചു വളർത്തിയ പട്ടാളമുണ്ട്. രാജാവ് വന്നും വെച്ച് യുദ്ധത്തിൽ കിട്ടിയ നന്മ കൊടുക്കാൻ പറഞ്ഞു, നിന്റെ ഒരു ചെരുപ്പിന്റെ വാറ് പോലും എനിക്ക് വേണ്ട എന്ന് തന്റെ ഇടത്തോടെ പറയാൻ തക്ക സ്വത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഉണ്ടെങ്കിലും മകന്റെ വിഷയം വന്നപ്പോൾ അബ്രഹാം പറയാണ്, എൻ്റെ കൈക്കരുത്ത് കൊണ്ടോ എൻ്റെ മാൻ പവർ കൊണ്ടോ അതിന് മറുപടി വേണ്ട. എന്നെ നടത്തിയ ദൈവത്തിന്റെ ദൂതനുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവര്, നിന്റെ ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ, അത് ദൈവത്തിന്റെ ദൂതനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ, എലിയാസറെ നീ പോയി കണ്ടുപിടിച്ചു കൊണ്ടുവരണം. പക്ഷെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നിന്റെ കൂടെ ഒരാളെ ഞാൻ അയക്കും. അവനായിരിക്കണം നിന്റെ വഴികാട്ടി. ഇന്ന് പകൽ തുടർന്നൊരു ജീവിതം എനിക്ക് ഈ ഭൂമിയിലുണ്ടെങ്കിൽ, എൻ്റെ വിഷയമാകട്ടെ, എൻ്റെ ആത്മീക വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, എൻ്റെ തലമുറയുടെ വിഷയമാകട്ടെ, എൻ്റെ വഴികാട്ടി ദൈവവും ദൈവം അയക്കുന്ന ദൂതനും ആയിരിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേരിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇന്ന് പകൽ വിഷയം മൊത്തം ദൈവത്തെ ഏൽപ്പിക്ക്, വഴികൾ മൊത്തം ദൈവത്തെ ഏൽപ്പിക്ക്. രാവും പകലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ. പകൽ വഴി പറഞ്ഞു തരുന്ന ദൈവം, രാത്രി നിന്നെ സൂക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് രാത്രി പകൽക്കാലം ദൈവത്തെ ആരാധിക്കണം. വഴി മുഴുവൻ നീ ഇന്ന് പകൽ ദൈവത്തെ ഫലമേൽപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ. 24:7 ഒന്നുകൂടെ വായിച്ചേ.
എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുൾ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന്. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് ദൈവമായ യഹോവ എൻ്റെ മകന്, ദൈവമായ യഹോവ എന്നോട് സത്യം ചെയ്തവനായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അബ്രഹാമിന് ദൈവം എലിക തിരിച്ചു കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് ഒരവകാശി തൻ്റെ ബുദ്ധി കൊണ്ട് അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, എനിക്കങ്ങനെ ഒത്തിരി ആഗ്രഹമൊന്നുമില്ല, ഇനിയിപ്പം പിള്ളേരെ നോക്കാനോ പിള്ളേരെ വളർത്താനോ പുള്ളിക്കാരത്തേക്കും ആരോഗ്യമൊന്നുമില്ല, ഞാനും വയസ്സനൊക്കെ ആയി, അതുപോലെ തന്നില്ലെന്നുള്ള പ്രയാസമൊന്നും എനിക്കില്ല. ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, എൻ്റെ ഈ ദമ്പസ്യക്കാരന് എലയാസറിന് ഞാനെല്ലാം ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തേക്കാം, അവൻ അവകാശിയായിട്ടിരുന്നാൽ മതി എന്നൊരിക്കൽ പറഞ്ഞായിരുന്നു. ഹലോ, തമ്പുരാൻ പറഞ്ഞു ഇതൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? വസ്തു വളർന്നു തരാൻ എനിക്കറിയാമെങ്കിൽ അവകാശി ആരാന്ന് തീരുമാനിക്കാൻ എനിക്കറിയത്തില്ലേ? സ്തോത്രം പറഞ്ഞില്ല. എടാ, വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് നിനക്ക് ഞാൻ കിഴക്കും തെക്കും വടക്കും പറഞ്ഞ ദിക്ക് തിരിച്ച് വസ്തു വളർന്നു തരാമെങ്കിൽ അതിൻ്റെ അവകാശി ആരാണോ തീരുമാനിക്കേണ്ടത് ഞാനല്ലേ, നീ അല്ലല്ലോ. പുള്ളി പിന്നെ ആ കാര്യം പ്രാർത്ഥിച്ചില്ല. കുറെ കഴിഞ്ഞോണ്ടേ മിസ്രൈമിൽ നിന്ന് കൂടെ കൂടിയ കാഘാറിനൊരു കൊച്ചുണ്ടായി. അവൻ്റെ പേര് ഇസ്മായേൽ. ഇസ്മായേൽ കൈയും കാലും വെച്ച് ഇച്ചിരി വളർന്നു വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, എന്നാ പിന്നെ ഇനി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട, ഞാൻ ആ ദമസ്യക്കാരനെ കുറിച്ച് പറഞ്ഞു എന്നൊരു ഭാരം നിൽക്കണ്ട, ഞാൻ ഈ കാര്യത്തിലും അങ്ങ് ഒരു ക്രമീകരണം വരുത്താൻ തയ്യാറാ, ഈ ഇസ്മായേൽ അങ്ങ് ജീവിച്ചിരുന്നാൽ മതി, അവന് ഇതെല്ലാം കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇത് പറയാൻ നീ ആരാ? 16-ാമത്തെ പകം നിന്റേതായിട്ടൊരു തീരുമാനം എഴുതി ഒപ്പിടല്ലേ. ഹലോ, ദൈവം നിനക്ക് തന്ന ഒരു അവകാശത്തിന്റെ പേരിൽ നീയായിട്ട് ഡിസിഷൻ എടുക്കല്ലേ, അതെല്ലാം എടുക്കേണ്ട ദൈവമാ, വിളിച്ചിറക്കിയ ദൈവമാണ് വഴി നടത്തുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ നീയായിട്ടെടുത്ത എല്ലാ തീരുമാനങ്ങളും വെട്ടിക്കളയണം, എന്നിട്ട് ദൈവത്തിന്റെ തീരുമാനത്തിനായി ചെവി കൊടുക്കണം. ദൈവം പറഞ്ഞ അബ്രഹാമേ, എടാ എൻ്റെ പേര് നിനക്കറിയാമോ? എൻ്റെ പേര് നിനക്കറിയാമോ? എൻ്റെ പേര് എൽ ഷദായി എന്നാ. നീ വയസ്സനായെന്ന് പറഞ്ഞ് എൻ്റെ പേര് മാറിയിട്ടില്ല. നിന്റെ ഭാര്യയ്ക്ക് വയസ്സെന്ന് പറഞ്ഞ് എൻ്റെ പേര് മാറിയിട്ടില്ല. ഒരു എലയാസറോ ഇസ്മായേലോ ഉണ്ടായിട്ട് എൻ്റെ പേര് മാറിയിട്ടില്ല. ഞാൻ അന്നും ഇന്നും നാളെയും എൽ ഷദായിയ. വിശ്വസിച്ച ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ അന്ന് സർവശക്തനാ. ഹോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നിന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. മോനെ അബ്രഹാമെ, നിന്നെ വിളിച്ചിറക്കിയപ്പോ ഞാൻ എൽ ഷദായിയ. ഈ 10-40 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൽ ഷദായിയ. നാളെയും ഞാൻ എൽ ഷദായിയ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നിവർത്തിക്കാൻ ശക്തനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നിന്നെ വിളിച്ചിറക്കിയ ദൈവം, നിന്നെ വിളിച്ചിറക്കിയ ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് എന്ത് പറഞ്ഞോ, പറഞ്ഞ ദൂത് നിവർത്തിക്കാൻ, പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ എന്റെ ദൈവം സർവശക്തിയുള്ളവനാ. ഹല്ലേലൂയ. ദൈവദാസി അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ച്. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ എന്റെ യജമാനനോടുള്ള ദയയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല. ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തി കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. 28. ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു. റിബേക്കയ്ക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു, അവന് ലാബാൻ എന്നു പേർ. ലാബാൻ പുറത്തു കിണറ്റിങ്കൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മുക്കുത്തേയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന്. സമയമില്ല, അതൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. ഒറ്റ കാര്യം, അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ കൊച്ചുമകൾ
അതീവ സുന്ദരി ഒരു യോഗ്യതയാണ്. 2, പുരുഷൻ തൊടാത്ത കന്യക രണ്ടാമത്തെ യോഗ്യതയാണ്. സ്തോത്രം. അങ്ങനെ ഒരു പെൺകുട്ടിയെ എലയാസറിൻ്റെ അടുക്കിലേക്ക് വരുത്തി. അപ്പം അവൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, ദൂതൻ കൂടെ ഉണ്ടെങ്കിലും എനിക്കൊരടയാളം വേണം. കാരണം എൻ്റെ യജമാൻ ആയിരക്കണക്കിന് കന്നുകാലികളും ഒട്ടകങ്ങളും കരുതുകളും ഒക്കെ ഉള്ളതാണ്. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നും നോക്കാനും എടുക്കാനും ഒന്നും കഴിവില്ലാത്തൊരു കൊച്ചാകരുത്. അതുകൊണ്ട് അതിന് ചില ആരോഗ്യവും കാര്യം ചുറ്റുപാടും ഒക്കെ ഉള്ളതായിരിക്കണം ഇവൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇവനൊരു കാര്യം പറഞ്ഞു, എൻ്റെ ഈ കൂടെ വരുന്ന 10 ഒട്ടകമുണ്ട്, ഞാൻ ഇച്ചിരി വെള്ളം ചോദിക്കുമ്പോൾ എനിക്കും അതിനും വെള്ളം കൊടുക്കുന്ന ഒരു പെങ്കൊച്ചായിരിക്കണം. പുള്ളിയുടെ ഒരു ഡിമാൻഡാണ്. സ്തോത്രം. എന്നെ കൊച്ച് BSc നേഴ്സിംഗ് അറിയാം, പക്ഷേ ഇഞ്ചക്ഷൻ വെക്കാൻ പോലും പഠിച്ചിട്ടില്ല. 2 വർഷം 4 വർഷം പഠിച്ചേ ഉള്ളൂ, പ്രാക്ടീസ് കിട്ടിയില്ല. എന്നാൽ പോട്ട് ചായ അനത്ത് അറിയാം, മമ്മിക്ക് അറിയാമെന്ന്. കൊച്ചിനറിയാമോ എന്നാ ചെറുക്കൻ ചോദിച്ചപ്പോൾ വീട്ടുകാർ പറയണം മമ്മിക്കറിയാം ചായ അനത്താമെന്ന്. മമ്മിക്ക് ചായ അനത്താൻ പഠിച്ചാൽ കൊച്ചിനെ വിട്ടിട്ട് കാര്യമുണ്ടോ? നിങ്ങളും മിണ്ടുന്നില്ല. നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യമല്ല, ഞാൻ എലയാസറിൻ്റെ ഭാര്യയുടെ കാര്യം, ഇസഹാക്കിൻ്റെ ഭാര്യയുടെ കാര്യം പറയാം. ഒരല്ലേലൂയ പറയണം. പിന്നെ അതീവ സുന്ദരിയാണ്, പുരുഷൻ തൊടാത്ത കന്യകയാണ്. പക്ഷെ 10 ഒട്ടകം വന്ന കിണറ്റിലിറങ്ങി വെള്ളം കോരി കൊടുക്കാൻ കഴിവുള്ളവളും പറയാതെ ചെയ്യാൻ മനസ്സുള്ളവളുമാ. എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ചോദിച്ചവനും കൂടെ ഉള്ളതിനും ഒരുപോലെ കൊടുക്കാൻ മനസ്സുള്ളവനാ. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ വന്ന് കയറുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ശ്രദ്ധിച്ച്, ഇവിടെ ദൂതൻ മുമ്പേ പോകുകയാണെങ്കിൽ ഒരുക്കുന്നതിനകത്ത് തന്നെ ഒരു ശ്രേഷ്ഠതയുണ്ട്. അല്ലെങ്കിൽ പറയണം, നീയായി ഒരുക്കുന്ന പലതും പരാജയത്തിൽ ചെന്ന് ചാടി അവസാനം ഡൈവേഴ്സി കൊണ്ട് അവസാനിക്കുമ്പോൾ അതില്ലാതെ വരണമെങ്കിൽ ദൈവത്താൽ ഒരുങ്ങി വരണം. ഈ ഉപവാസിനി പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ തലമുറയ്ക്ക് ഒരു ഭാവി ദൈവം ഒരുക്കുന്നെങ്കിൽ അത് ദൈവം ഒരുക്കുന്നത് മതി. കരമടിച്ചു ദൈവത്തെ ആരാധിക്കണം. എൻ്റെ തലമുറയ്ക്ക് ദൈവം ഒരുക്കുന്നത് മതിയെന്ന് മാത്രം വിശ്വസിക്കുന്നവര് ഈ പകൽ നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. 28ന്റെ 28 വായിച്ചേ. സോറി 24ന്റെ 22 വായിച്ചേ. അതൊന്നുകൂടെ താഴോട്ട് വായിച്ചു. 24ന്റെ 28 ഒന്നുകൂടെ താഴോട്ട് വായിച്ചു. ബാല ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു. വായിച്ചോ. റിബേക്കയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവന് ലാബാൻ എന്നു പേർ. ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു. അവൻ മുക്കത്തെയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ റിബേക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്ന് അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു. അടുത്ത വാക്യം. അപ്പോൾ അവൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിനു പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്ക് സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്ന് അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകാൻ വെള്ളവും കൊടുത്തു. അവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്ന് അവൻ പറഞ്ഞു. പറക എന്ന് അവനും പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദാസൻ, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. അവനും ആടും മാടും പൊന്ന് വെള്ളി ദാസീദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയ്ക്കൊക്കെയും കൊടുത്തിരിക്കുന്നു. എൻ്റെ യജമാനന്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കന്യകമാരിൽ നിന്നും നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞു യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ യജമാനനോട്, പക്ഷെ സ്ത്രീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. എൻ്റെ വംശ
ദോഷക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത്, എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറേ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കുമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനൻ്റെ മകന് നിയമിച്ച സ്ത്രീയായിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരും മുമ്പേ ഇതാ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു, കിണറ്റിലിറങ്ങി വെള്ളം കോരി. ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു. അവൾ വേഗം തോളിൽ നിന്നും പാത്രം ഇറക്കി, കുടിക്ക, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടിച്ചു. അവൾ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു. ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ. മതി, ഞാൻ ഇത് വായിപ്പിച്ചത് എലയാസർ എന്ന കാര്യസ്ഥനെ അബ്രഹാം എന്ന യജമാനൻ മകൻ്റെ ഭാര്യയെ എടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞു അത് മുഴുവൻ എലയാസർ അബ്രഹാമിൻ്റെ സാക്ഷ്യം ഉൾപ്പെടെ, അബ്രഹാമിനെ അനുഗ്രഹിച്ച വിധങ്ങൾ ഉൾപ്പെടെ, ഈ പെൺകുട്ടിയോട് സംഭാഷിച്ച സംഭാഷണം വരെ പെൺകുട്ടിയുടെ അപ്പനോടും ആങ്ങളയോടും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെച്ചൊന്നുമില്ല. ഹലോ, ഞാൻ അതിനുവേണ്ടി അത്രയും വായിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് രഹസ്യങ്ങളൊന്നുമില്ല. എലയാസറിൻ്റെ ഇടയ്ക്കോ റിബേക്കയുടെ ഇടയ്ക്കോ ലാബാൻ്റെ അടുക്കലോ ലാബാൻ്റെ പിതാവിൻ്റെ അടുക്കലോ ഒന്നും എന്തില്ല, യാതൊരു രഹസ്യവുമില്ല. ദൈവം ഒരുക്കുന്ന വഴിയെ സഞ്ചരിക്കുന്നവൻ്റെ അകത്ത് ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒന്നും കാണല്ല. പ്രൈസലോ, ഒന്നുകൂടെ പറഞ്ഞാൽ പൊയ്മുഖങ്ങൾ കാണല്ല. ഹല്ലേലൂയ. കപടമുള്ള ഒരധരവും നമുക്ക് വേണ്ട. നമുക്കെല്ലാം നേരെ അങ്ങ് പോയാൽ മതി. കൂടെ പോകുന്നത് ദൈവമല്ലേ, വഴി തുറക്കുന്നത് ദൈവമല്ലേ, വഴി ഒരുക്കുന്നത് ദൈവമല്ലേ. ഇത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യമാണ് ഇത് യഹോവയാൽ വരുന്നവർ. അല്ലല്ലോ പറഞ്ഞേ, നിന്റെ വീട്ടിൽ ഭൗതികം കയറി വന്നാലും, നിന്റെ വീട്ടിൽ നന്മ കയറി വന്നാലും, നിന്റെ വീട്ടിൽ മരുമക്കൾ കയറി വന്നാലും എല്ലാം വരുന്നത് ദൈവത്താലായിരിക്കണം. ദൈവത്താൽ വരുന്നത് മതി എനിക്ക് എന്ന് ഈ 16-ാമത്തെ പകൽ ഒന്ന് ആത്മാർത്ഥമായി തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. എനിക്ക് ദൈവികമല്ലാത്തതൊന്നും വേണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, എൻ്റെ യാത്രയിൽ രാവും പകലും എനിക്ക് വഴി കാണിക്കാനും, പ്രൈസ് ദി ലോർഡ്, ഇരുട്ടിൽ എനിക്ക് വെളിച്ചമാകാനും എൻ്റെ ദൈവം തൻ്റെ ദൂതനെ മുമ്പിൽ അയക്കണം. 2, എൻ്റെ കുടുംബത്തിൽ ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ മക്കളാകട്ടെ മരുമക്കളാകട്ടെ ഏതെങ്കിലും ഒന്ന് കയറി വരുന്നെങ്കിൽ ദൈവികമല്ലാത്തത് വേണ്ട. സ്വതന്ത്രം പറയാമോ? വരുന്നതെല്ലാം ദൈവത്താലുള്ളത് എനിക്ക് മതി. ദൈവത്താൽ അല്ലാത്തത് എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടെന്ന് ഈ 16-ാമത്തെ പകൽ നീ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ നോട്ടിനകത്ത് കുറിച്ചു വെക്കണം, എനിക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ എൻ്റെ ദൈവത്താലുള്ളത് മതി. പ്രൈസ് ദി ലോർഡ്. 3 ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുൻപായി കടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുൾ ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നു പോകും. ശ്രദ്ധിച്ചേ, നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. നീ യഹോവ അരുളി ചെയ്തതുപോലെ
യോശുവ നിനക്ക് നായകനായിരിക്കും. ഒരല്ലേലൂയ പറയണം. 1, വഴി കാണിക്കാൻ. 2, ഇരുട്ടിൽ വെളിച്ചം തരാൻ. 3, തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചത് ദൈവത്താൽ വെളിപ്പെട്ടു വരാൻ. 3, ശ്രദ്ധിക്കണം, നിന്റെ വാഗ്ദത്തങ്ങളിൽ കുടിയിരിക്കുന്ന ജാതീയ ശക്തി. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 13-ാം അധ്യായത്തിന്റെ 14-15 വാക്യം, 13-ന്റെ 14-15 വേഗം വായിക്കണം. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. അപ്പൊ ഈ വസ്തു കൊടുത്തത് ദൈവമാണ്. ശ്രദ്ധിച്ചേ, അബ്രഹാമിന് കനാൻ ദേശം അളന്ന് വീതിച്ച് നിന്റേതും നിന്റെ സന്തതിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തത് സ്വർഗത്തിലെ ദൈവം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകയാൽ യഹോവ നേരിട്ട് വസ്തു കൊടുത്തയാളാണ് അബ്രഹാം. അബ്രഹാമിന് മാത്രമല്ല കൊടുത്തത്, യാക്കോബിൻ്റെ മക്കൾക്ക് മാത്രമല്ല, യാക്കോബിൻ്റെ ഏശാവിന് ദൈവം വസ്തു കൊടുത്തു. നമുക്കത് പുറകെ ചിന്തിക്കാം. ലോത്തിന് പെൺമക്കളിലുണ്ടായ 2 മക്കൾ മോവാബിനും അമോര്യർക്കും ദൈവം വസ്തു കൊടുത്തു. ഹലോ, അതിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചിന്തിച്ചു വരാം. ശ്രദ്ധിക്കണം, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം എല്ലാവരെയും അതനുസരിച്ച് കൊടുക്കുന്നവനായ ദൈവമാണ്. പക്ഷേ ഈ അബ്രഹാമിന് കൊടുത്ത ദേശത്ത് കുടിയിരിപ്പുകൾ ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ആ ജാതികളെ നശിപ്പിക്കാൻ നിനക്ക് മുമ്പായി ഞാൻ പുറപ്പെടും. നിനക്കത് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയാത്ത മേഖലകളിൽ ഞാൻ ഡയറക്റ്റ് യുദ്ധം ചെയ്യും. ഇന്ന് പകൽ ദൂത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ തടസ്സമായി അതിനകത്ത് കുടിയിരിക്കുന്ന ശക്തികൾ ആരുമാകട്ടെ, നീ യുദ്ധം ചെയ്യണ്ട. നിന്റെ കൈ ബലഹീനമാകുമ്പോൾ ബലഹീനമാകാത്ത കൈ എനിക്കുണ്ട്. ആ കൈ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞാൻ അവകാശങ്ങളെ നിന്റെ കയ്യിൽ തിരിച്ചു തരുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത്. ഓ ഹല്ലേലൂയ. ഉൽപ്പത്തി 15-7 മുതൽ ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 15-7 മുതൽ 15-7 മുതൽ. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്നു നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുൾ ചെയ്തു. അബ്രഹാമിനെ എന്തിനാണ് ദൈവം വിളിച്ചേ? കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കാണിപ്പാനുള്ള ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ ഈ ദേശം നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേ. ഒരല്ലേലൂയ പറയണം. ഇന്ന് പകൽ ഇന്നലെയോ വർഷങ്ങൾക്ക് മുമ്പോ 35 വർഷം മുമ്പോ സഭ തുടങ്ങിയ കാലത്തോ നിന്നെ കൊണ്ടുവന്നതിന്റെ പുറകിൽ, ഈ സഭയ്ക്കകത്തൊരു മെമ്പറായി ബദേലി കൊണ്ടതിന്റെ പുറകിൽ വിളിച്ചു കൊണ്ടുവന്ന ദൈവം ഒരു വാഗ്ദത്തം തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് ലഭിക്കാൻ 1-2 വർഷങ്ങൾ മാറിയെന്നിരിക്കാം, മാസങ്ങൾ മാറിയെന്നിരിക്കാം. പക്ഷെ വാക്ക് പറഞ്ഞവന് മാറ്റമില്ല. അവൻ സമയം വരുമ്പോൾ അത് നിന്റെ കയ്യിൽ തന്നിരിക്കും. നിനക്കത് അവകാശമാക്കാൻ കഴിയത്തില്ലെങ്കിൽ തന്റെ ദൂതനെ മുമ്പിൽ അയച്ച് അത് നിനക്ക് ദൈവം തരും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. നിന്നെ കൊണ്ടുവന്ന ഞാൻ. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാൻ ആകുന്നു എന്ന് അരുൾ ചെയ്തു. അടുത്ത വാക്യം. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കിക്കൊള്ളുന്നത് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടിൻകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നു. ഇതൊരു യാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. ഇത് യാഗമല്ല. ഇന്നലെ യാഗങ്ങൾ 5 ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് വിവരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം കിട്ടിയില്ല. ശ്രേഷ്ഠ ദൈവദാസൻ അതൊക്കെ ക്ലാസ്സായിട്ട് എടുക്കുന്നതാണ്. യാഗം വേറെ, ഉടമ്പടി വേറെ. ഇതിപ്പോൾ യാഗമല്ല. ഇതെനിക്ക് എങ്ങനെ കിട്ടും എന്നൊരു ചോദ്യം.
ഇപ്പം എന്നോട് പറഞ്ഞല്ലോ ഇതെനിക്ക് തരാൻ പോവാന്നുള്ളതിന് എന്താ എനിക്കൊരു ഉറപ്പ്? ഒന്നും ഒരു എഗ്രിമെൻ്റ് വേണം, അല്ലെ ഒരു ഉടമ്പടി വേണം. അതിനൊരുറപ്പെന്നാ ഉണ്ട്. ദൈവം പറഞ്ഞു ഓക്കെ ഉടമ്പടി തരുന്നു. നീ 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ, 3 വയസ്സുള്ള കോലാട്ടുംകുറ്റി, ഒരു പ്രാവും കുഞ്ഞ്, ഒരു പ്രാവ് കൊണ്ടുവന്ന് എല്ലാത്തിനും നേരെ പിളർക്കണം. പിളർത്ത് യാഗം പിളർപ്പല്ല, യാഗം കരുത്തിറക്കുക, യാഗം തോലുരിക്കുക, യാഗം വാലും വഭയും പണ്ടും എടുത്തു മാറ്റുക, യാഗം കണ്ണമായി ഞുറുക്കുകയാ, യാഗം യാഗപീഠത്തെ വെക്കുക, അത് മൊത്തം കത്തിത്തീരുകയാ. അതാ യാഗം. പിളർപ്പുകൾ എന്ന് പറയുന്നത് നടുവേ പിളർക്കുന്നത് യാഗമല്ല, അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പേരാണ് രക്ത ഉടമ്പടി, അല്ലെ അബ്രഹാമെ ഉടമ്പടി. അബ്രഹാമും ദൈവം തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യാൻ പോകുക. ഒരു പശുവിനെ ഒത്ത നടുവേ പിളർന്നു. ഇപ്പുറത്തൊരു മല പോലെ ഭാഗം നിൽക്കുന്നു, അവിടെ ഒരു മല പോലെ നിൽക്കുന്നു, നടുക്കൊരു തോട് പോലെ. ഈ 2 സൈഡിൽ രക്തം ഒഴുകി താഴോട്ട് വരുന്നു. അടുത്തത് ഒരാട്, അത് പിളർന്നു വെച്ചു, ആ രക്തം ഒഴുകി തുടരുന്നു. അടുത്ത ഒരാട്, അത് പിളരുന്നു. ഈ രക്തം ഇങ്ങനെ നടുക്കൂടെ ഒഴുകി വരുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരമിഞ്ഞോട്ട്, അബ്രഹാമിന്റെ ബലഹീനമായ കരമിഞ്ഞോട്ട് 2 കരി ചേർത്ത് പിടിച്ചും വെച്ച് അബ്രഹാമായി ഉടമ്പടി ചെയ്തു. രക്ത ഉടമ്പടി. ഇത് നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി. ഒരല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ആ ഉടമ്പടി ദൈവം ചെയ്ത് പറഞ്ഞ വാഗ്ദത്തത്തെ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി ഉലകം മാറിയാലും ഈ ഉടമ്പടി മാറത്തില്ല. ഇനി യെസയല്ല, വേറെ ഏത് പരിസ്ഥിതി ശക്തികൾ എതിർത്താലും തമ്പുരാൻ അബ്രഹാമുമായി രക്ത ഉടമ്പടി ചെയ്താണെങ്കിൽ അത് അവന്റെ സന്തതിക്ക് തന്നെ കിട്ടും. സന്തോഷമുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഈ ദൈവത്തിന്റെ ഉടമ്പടിയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അബ്രഹാമിന്റെ മകനായി, ഇസഹാക്കിന്റെ മകനായി യാക്കോബിന്റെ പിള്ളേർക്ക് ദൈവം ഇത് അവകാശമായി കൊടുത്തപ്പോൾ യാക്കോബിന്റെ ഉദരത്തിൽ കൂടെ കിടന്ന് പായസം കൊടുത്തും ആട്ടുകുട്ടയുടെ ഇറച്ചി കൊടുത്തു, അവകാശമെല്ലാം പിടിച്ചു പറ്റിയ യാക്കോബിന് തന്നെ കിട്ടിയെന്ന് വരാതിരിക്കാൻ തമ്പുരാൻ ഏശാവിന് അനുഗ്രഹം കൊടുത്തു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 4-ാമത്തെ വാക്യം വേഗം വായിക്കണം. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സേയീർ പർവ്വതം അവകാശമായി കൊടുത്തു. തമ്പുരാൻ നീതിയുള്ളവൻ അല്ലല്ലേ പറഞ്ഞേ? എന്നെ നോക്കണം. നിന്റെ ദൈവം നീതിയുള്ളവനാ. ഒരപ്പന് ഒരമ്മയുടെ ഉദരത്തിലുണ്ടായ 2 പിള്ളേർ, ഒരുത്തന് മാത്രം കനാൻ കൊടുത്തു മറ്റവനെ ഇറക്കി വിട്ടില്ല. അബ്രഹാം ഏശാവിന് കാദേശ് ബർന്നയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സേയീർ പർവ്വതം കൊടുത്തു. ഹല്ലേലൂയ പറയണം. നീതിയുള്ള ദൈവത്തെ ഓർത്ത് ഹല്ലേലൂയ പറയാനാ പറഞ്ഞേ. അവൻ ആരുടെ കണ്ണുനീര് കാണുന്നവനല്ല. ഒരുത്തനെ അനുഗ്രഹിച്ചിട്ട് മറ്റവനെ തള്ളിക്കളഞ്ഞില്ല. യാക്കോബിന് കനാൻ കൊടുത്തു, അത് വാഗ്ദത്ത ദേശമാ. പക്ഷെ ഏശാവിനെ വെറുതെ വിട്ടില്ല. അവന് സേയീർ പർവ്വതം, കാദേശ് ബർന്നയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന സേയീർ പർവ്വതം കൊടുത്തു. എന്നിട്ട് ഇവർക്കൊരു വാക്ക് കൊടുത്തു, നിങ്ങൾ അവിടെ കയറി ശല്യം ചെയ്യൽ. ഒന്ന് വായിച്ച് ആവർത്തനം 2:4. ആവർത്തനം 2:4. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോകുന്നു. അവന് ഞാൻ കൊടുത്ത ദേശത്ത് ഒരു കാല് കുത്താൻ സ്ഥലം നിനക്ക് ഞാൻ തരത്തില്ല. ഹലോ, സേയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി. ശ്രദ്ധിച്ചിട്ട് നീ അവന്റെ അതിര് മാന്താൻ പോകല്ലെന്നാ പറഞ്ഞേ. ഹലോ, നീ അതിലൂടെ വഴി നടന്നു പൊക്കോ. നിനക്ക് അതിലൂടെ നടന്നേ കനാനിപ്പാനൊക്കത്തുള്ളൂ. പക്ഷെ പോകുന്ന വഴിക്ക് ഇവന്റെ അതിര് മാന്തിയേക്കൻ. അതിനകത്തൊരു കാല് കുത്താൻ സ്ഥലം ഞാൻ നിങ്ങൾക്ക്. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ഡിജിറ്റൽ സർവേക്കാർ വരുമ്പോഴും ചങ്ങല പിടിച്ച് അളക്കുന്നവർ വരുമ്പോഴും കല്ല് അവിടെ തന്നെ കിടക്കണം. നീ പരുവത്തിന് രാത്രി അതിരുകല്ല് മാറ്റിവിട്ട് ഇവിടെ വന്ന് കൊട്ടിയാവൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ അതിലെ പൊക്കോ. നിനക്കിപ്പം വാഗ്ദത്ത കനാനിൽ പോകണമെങ്കിൽ കാദേശ് ബർന്നയ്ക്ക് അടുത്ത് കിടക്കുന്ന
സേയീർ പർവ്വതത്തിൽ കൂടെ പാനൊക്കത്തുള്ളൂ. അത് ഞാൻ നിന്റെ സഹോദരൻ ഏശാവിൻ്റെ പിള്ളേർക്ക് കൊടുത്തേക്കുക. കാരണം അവരുടെ കണ്ണുനീര് എനിക്ക് കാണാനൊക്കത്തില്ല. എത്ര നീതിയുള്ള ദൈവമാണ്. ഒരല്ലേ പറഞ്ഞേ, അതിനകത്തൊരു കാല് കുത്തുന്ന സ്ഥലം നീ എടുത്തേക്കരുത്. അടുത്ത വാക്യം വായിച്ചു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. ഞങ്ങളുടെ അപ്പച്ചന്റെ ഇരട്ടയാന്നും പറഞ്ഞ് അവിടെ ചെന്ന് ചക്കാത്തി കഴിച്ചേച്ചു പോകല്ലേ. എല്ലാം വ്യവസ്ഥയാണ്. മനസ്സിലാകുന്നുണ്ടോ? നീ അവിടെ ചെന്ന് വെള്ളം കുടിക്കുവാണെങ്കിൽ വിലയ്ക്ക് മേടിച്ച് കുടിച്ചോണം. നിന്നെ നടത്തുന്ന ദൈവമാണ്. ഉപ്പാപ്പന എന്നൊന്നും പറഞ്ഞ് പരമാർത്ഥത്തോടെ ദൈവത്തെ സേവിക്കാത്തോ തരുന്നതല്ല അവിടെ മേടിച്ചുകൊണ്ട് പോരല്ലേ ഉണ്ടെന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് പറഞ്ഞാൽ ഒത്തിരി കാലം കൊണ്ട് നിങ്ങളെ കണ്ടല്ലയോ, അന്ന് അവിടെ വെച്ച് നമ്മുടെ യാബോക്കിൻ്റെ കരയെ വെച്ച് അച്ചായം പ്രാർത്ഥിച്ച് മല്ലി പിടിച്ച് പേരൊക്കെ മാറ്റി വന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്തേ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ പിന്നെ വന്നാട്ട് കൊച്ചിന് 28 കെട്ട, അതുകൊണ്ട് അതിനൊന്ന് കൂടിയിട്ട് പോകാം. പിന്നെ മറ്റേ കൊച്ചിൻ്റെ മാമോദിസായ അതിനൊന്ന് ഇപ്പോൾ വന്ന് കിട്ടിയല്ലേ, അപ്പോൾ ഒന്ന് മാമോദിസായിക്കും കൂടി 28 കെട്ടിപ്പോകാം. പിന്നെ വന്നതല്ലേ, അതുകൊണ്ട് ഈ ലക്ഷണി ഒന്ന് പിടിച്ച് ആ അടപ്രഥമനെ അടിച്ച് പൊക്കോളാൻ പറയുമ്പോൾ അതിലവിടെ കയറി കഴിച്ചേച്ച് പോകല്ലെന്നാ പറഞ്ഞേ. നിന്നെ വിളിച്ച കനാനിപ്പാന ഇടയ്ക്ക് സേർവത്തിലൂടെ പോകുന്നേ ഉള്ളൂ. പോകുമ്പോൾ നീ അവിടുത്തെ ഒന്നും പറ്റിക്കൊണ്ട് പോരല്ലേ, അതടിച്ചേച്ച് ഇവിടെ വന്നിരുന്ന് ആരാധിക്കുകയും ചെയ്യല്ലേ. നല്ല ഹല്ലേലൂയ പറയണം. കൃപയിൽ വന്നവന്റെ വേർപാട് വ്യക്തമാ. അത് പഴയ നിയമത്തിന് പുതിയ നിയമത്തിന് വേർപാടിന് മാറ്റമൊന്നുമില്ല, വ്യവസ്ഥയ്ക്ക് വ്യത്യാസമില്ല. അത് വാഗ്ദത്തം പ്രാപിച്ചവൻ കൃത്യമായി പാലിച്ചിരിക്കണം. സന്തോഷമുണ്ടെങ്കിൽ മാത്രം കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. നീ കൃത്യമായി വ്യവസ്ഥ പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. 28 കെട്ടാൻ വിളിച്ച ഉടനെ നീ അങ്ങ് പോകല്ലേ. അവിടുന്ന് കൊണ്ട് കളിയടയ്ക്കാന്ന് പറയുമ്പോൾ കയറി അങ്ങ് തിന്നല്ല. ഓണം ഉണ്ണാൻ വിളിച്ച ഉടനെ പോകല്ലേ. നീ കനാനി പോവാ. ഇടയ്ക്ക് ഇങ്ങനെ പോകേണ്ടി വന്നേ ഉള്ളൂ സീയർ പർവ്വതത്തിൽ കൂടെ. ഹലോ, എല്ലാവരുടെയും മുഖം പഠിച്ചല്ലോ. ഈസ്റ്റർ ഉണ്ണാനും ഓണം ഉണ്ണാനും നോയമ്പ് വീട്ടാനും ഒക്കെ നിന്നെ വിളിക്കും. പക്ഷെ നീ അവൻ്റെ ഒന്നും മേടിച്ചേക്കല്ലേ. ഇത് ഞാൻ പറഞ്ഞാൽ ദൈവം പറഞ്ഞതാ. നിന്നെ കനാനി കൊണ്ടുപോവാ. നിന്നെ കനാനിലെത്തുന്നത് വരെ നിന്റെ ജീവിതം സൂക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതിന് രാവും പകലും ഞാൻ ദൂതനെ മുമ്പിലാക്കിയിരിക്കുക. നീ ദൂതനെ മറച്ചൊന്നും ചെയ്യരുത്. സന്തോഷമുണ്ടേലേ കരമടിക്കാവുള്ളൂ. വ്യവസ്ഥ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. സമയമില്ല. 2:9 വായിച്ചേ. 2:9. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശവും തരികയില്ല. ആ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തു. ദൈവം നീതിയുള്ളവനാ. ലോത്തിന് പോയ പോക്കിൽ അപകടം പറ്റിയുണ്ടായ പിള്ളേരൊക്കെ അത് വേറെ കാര്യം. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ മകൻ അബ്രഹാമിൻ്റെ സഹോദരനല്ലേ, അതുകൊണ്ട് ഞാൻ അവൻ്റെ പിള്ളേരെയും വെറുതെ വിട്ടില്ല. ഞാൻ ഏശാവിന് ഒരനുഗ്രഹം കൂടെ തരാനില്ലേ അപ്പ എന്ന് ചോദിച്ചിട്ട് അനുഗ്രഹമില്ലാതെ പോയെങ്കിലും ഞാൻ അവനെ കൈവിട്ടില്ല. അവൻ്റെ സന്തതിക്ക് ഞാൻ സേയീർ പർവ്വതം കൊടുത്തു. ലോത്തിന്റെ മക്കൾക്ക് ഞാൻ അവകാശം കൊടുത്തു. നിങ്ങൾ എൻ്റെ കൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. ലോത്തിന്റെ മക്കൾക്ക് എവിടെ കൊടുത്തു? വായിച്ചേ. ആ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. ലോത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ലോത്തിന്റെ പെമ്മക്കൊണ്ടായ 2 മക്കൾ മോവാബ്യരും അമോര്യരും. 10ാം തലമുറ വരെ ദൈവസന്നിധി വരാൻ അനുവദിക്കപ്പെടാതെ നിയമത്താൽ തടയപ്പെട്ട ഒരു ജാതി. പക്ഷെ ദൈവം പറഞ്ഞു, നീ അവരെ ഞെരുക്കരുത്. നിനക്കിപ്പോ കൈബലമുണ്ട്, നിനക്കിപ്പോ മിസ്രൈമിൽ നിന്ന് കിട്ടിയ ബഹുസമ്പത്തുണ്ട്, നിനക്ക് വല്യപ്പന്റെ വാഗ്ദത്ത കനാനുണ്ട്. ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കാൻ പോവാണ്. അത് പാലും തേനും ഒഴുകുന്നതാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്തോണം, ലോത്തിന്റെ പിള്ളേരെ ഞെരുക്കരുത്. നീ അവരോട് യുദ്ധം ചെയ്യരുത്. നീ ഏശാവിന്റെ പിള്ളേരെ ഞെരുക്കരുത്. നീ അവരോട് യുദ്ധം ചെയ്യരുത്. അവന്റെ ഒരു കാല് കുന്ന സ്ഥലം നീ നിന്റേതാക്കി മാറ്റരുത്. നിനക്ക് ഞാൻ വേറെ തന്നിട്ടുണ്ട്. നീ അത് മാത്രമേ അവകാശമാക്കാവുള്ളൂ. അത് മോവാബ്യർക്കും അമോർക്കും കൊടുത്ത. 20 അതിന്റെ 16-18 വായിച്ച കുഞ്ഞേ.
ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ചു ഒടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചതേ, നീ ഇന്ന് ആർ എന്ന മോവാബ്യ ദേശത്തുകൂടി കടപ്പാൻ പോകുന്നു. അമോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്. അമോന്യരോട് അടുത്തു വരുമ്പോൾ അവരെ ഞെരുക്കരുത്. അവരോട് പടയെടുക്കരുത്. ഞാൻ അമോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. പറഞ്ഞേ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദൈവം ഭയങ്കര നീതിയുള്ളവനാ. ലോത്തിന്റെ പിള്ളേർക്ക് വസ്തു കൊടുത്തു, ഏശാവിന്റെ പിള്ളേർക്ക് വസ്തു കൊടുത്തു. പക്ഷെ നിനക്ക് തരാൻ പോകുന്ന ഇതൊന്നുമല്ല. നിന്റെ ദേശത്ത് 7 കനാന്യ രാജാക്കൻ, 7 ജാതികളിൽ നിന്ന് 31 രാജാക്കന്മാർ നിന്റെ അവകാശത്തെ പിടിച്ചു വെച്ചേക്ക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇനി ദൂതിലേക്ക് പ്രവേശിക്കാൻ പോകുകയാ. 7 കനാന്യ ജാതികളിൽപ്പെട്ട 31 രാജാക്കന്മാർ എന്റെ ദാസനായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത ദേശം നീ 430 വർഷം ഇവിടെ ഇല്ലാഞ്ഞ സമയം നോക്കി കയറി കുടിയിരുന്നേക്കുക. പക്ഷെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ആ 31 രാജാക്കന്മാരെ വെട്ടി ആ ദേശം ഞാൻ നിന്റെ സന്തതിക്ക് തരാൻ പോകുകയാ. ഈ പകൽ വിശ്വസിക്കുന്നവര് ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ ശത്രു പിടിച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് പകൽ സ്വർഗം നിന്റെ കയ്യിൽ തരാൻ പോകുകയാ. ഒരു നല്ല അല്ലേലൂയ പറഞ്ഞു. യുദ്ധം ചെയ്യാൻ പോകുന്നിടത്തെ ആളുകളുടെ വലിപ്പമൊക്കെ നിങ്ങളോട് പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. സമയം പോലെ അത് ദൈവം ചെയ്യട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വാക്യം. യോശുവ 10:14. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അത് പറയണം, യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് തന്നെ ഈ യുദ്ധത്തിൽ മുന്നേറാൻ കഴിയത്തില്ല. ഞാൻ മടുത്തു, കരഞ്ഞു മടുത്തു, ഉപവസിച്ചു മടുത്തു, പ്രാർത്ഥിച്ചു മടുത്തു, നടന്നു മടുത്തു. ഇനി യുദ്ധം ചെയ്യുന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക. എന്നോട് ദൈവാത്മാവ് രാവിലെ പറഞ്ഞു, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ പോവാം. എനിക്കറിയാം, എന്നോട് പരിശുദ്ധാത്മാവ് രാവിലെ പറഞ്ഞാണ്, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ അത് ആരംഭിച്ച് ഈ 16-ാമത്തെ പകൽ ദൈവം ചിലർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. പുറപ്പാട് 13-14. വേഗം ഒന്ന് വായിച്ചേ. 14. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതെ ഇരിപ്പിൻ. യഹോവ എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. ഇന്ന് 16-ാമത്തെ പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇന്ന് പകൽ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ചില വാഗ്ദത്തങ്ങൾ വെട്ടിപ്പിടിച്ചു തരാൻ, ചില അവകാശങ്ങൾ നിന്റെ കയ്യിൽ തരുവാൻ, ചില അനുഗ്രഹങ്ങൾ നിന്റെ പക്കൽ തിരിച്ചേൽപ്പിക്കാൻ ഇന്ന് പകൽ ദൈവം യുദ്ധം ചെയ്യാൻ പോകുക. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാ. ഈ ദൂത ലൈവിൽ കേൾക്കുന്നവന്റെ കൂടാരത്തിലും ഇന്ന് പകൽ സ്വർഗം അത് ചെയ്യുകയാ. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. യുദ്ധം ഇന്ന് പകൽ ദൈവം ഏറ്റെടുത്തിരിക്കുക. നീ കുഴഞ്ഞ ചില വിഷയങ്ങളിൽ,
നീ കലങ്ങി കരഞ്ഞ വിഷയങ്ങളിൽ യുദ്ധം ദൈവം ഏറ്റെടുത്തിരിക്കുക. സഭയോട് പറയാൻ ദൈവാത്മാ പറയുന്നു, യുദ്ധം യഹോവ ഏറ്റെടുത്തിരിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നീ ഇന്നു കണ്ട മിസ്രയീമിനെ ഇനി മേലാൽ കാണുകയില്ല. ഓ ധൂഡാരാമാല ശബ്ദാരാബാബാബാ ശൈഡാരാമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി യുദ്ധം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. ദൈവം യുദ്ധം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ പറയാണ്, ഇന്നൂടെ കണ്ടാ മതി പറവോനെ, ഇന്ന് കണ്ടവനെ ഇനി മേലാൽ കാണത്തില്ല. നിന്റെ കൺമുമ്പിൽ നിന്ന് ചിലനെ തുടച്ചു മാറ്റാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, ഇതിന്റെ അവകാശങ്ങൾക്കെതിരെ വ്യാപരികളെ പോരുകളെ ഇന്ന് പകൽ ദൈവം നിന്റെ കൺമുമ്പിൽ നിന്നെ ഒരിക്കലും കാണാത്ത നിലകളിൽ തുടച്ചു മാറ്റുമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽ ചലനാത്മകമായ ചില ദൈവപ്രവർത്തികൾ നിന്റെ കൺമുമ്പിൽ ദൈവം വെളിപ്പെടുത്തുകയാ. ഓ റബലമന ശബ്ദരദരബ ശൈദരലബബ. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടം ഇനി വരിക. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ഗ്ലോറി. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഒരിക്കലും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ഹല്ലേലൂയ. ദൈവം തന്നെയാണ് യുദ്ധം ചെയ്തത്. ദൈവം തന്നെയാണ് യുദ്ധം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 51 അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? ഈ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് പോലെ കാറ്റടിപ്പിച്ചത് ഒരു സംഭവം, കൈ നീട്ടിയത് മറ്റൊരു സംഭവം, വടിയോങ്ങിയത് വേറൊരു സംഭവം, കടൽ രണ്ടായി വിഭജിച്ചത് വേറൊരു സംഭവം, വിഭജിച്ച കടല് രണ്ടായി പിന്നെ യോജിച്ച് മിസ്രയീമ്യരെ മുക്കിക്കളഞ്ഞത് വേറൊരു സംഭവം. ഹലോ, 9 ഇടത്താണ് ഈ ചെങ്കടൽ വിഭജിച്ചതിനെ കുറിച്ച് 9 നിലകളിൽ എഴുതിയേക്കുന്നത്. അത് ഒരു കാര്യം ഇപ്പം വായിച്ചത്, അത് അങ്ങോട്ട് പോയാൽ നമ്മുടെ മെസ്സേജ് മാറും. സ്തോത്രം. രഹബിനെ വെട്ടി, പിന്നെ മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു. ഈ ചെങ്കടൽ വിഭജിച്ചപ്പോൾ നടന്ന കാര്യങ്ങളാ. രഹബിനെ വെട്ടി. ആരെങ്കിലും കണ്ടോ? പറവോനും കൂട്ടരും ചത്ത് കരക്കടിഞ്ഞല്ല കണ്ടുള്ളോ? ഹലോ, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രത്യക്ഷത്തിൽ കാറ്റടിച്ചത് കണ്ടു, കടൽ രണ്ടായത് കണ്ടു, കൈ നീട്ടിയത് കണ്ടു, മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. വെള്ളം 2 പാല് ചിറ പോലെ നിൽക്കുന്നത് കണ്ടു. വീണ്ടും വെള്ളം യോജിച്ചത് കണ്ടു. പറവോനും മിസ്രയീമിനെ ചത്തടിഞ്ഞത് കണ്ടു. പക്ഷേ സർപ്പത്തെ കുത്തിയത് കണ്ടോ? രഹബിനെ വെട്ടിയത് കണ്ടോ? ഹലോ, തമ്പുരാൻ യുദ്ധം തുടങ്ങിയാൽ നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് വെളിപ്പെടാത്ത പല മണ്ഡലങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ നഗ്ന നേത്രങ്ങൾക്ക്, ദൃശ്യമണ്ഡലങ്ങൾക്ക് വെളിപ്പെടാത്ത, മുമ്പേ ഞാൻ പറഞ്ഞ എല്ലാം വെളിപ്പെട്ട കാര്യങ്ങളാ. കാറ്റ്, വടിയെ, കയ്യെ, കടല്, ഇതെല്ലാം വെളിപ്പെട്ട് നിൽക്കുന്ന.
പറവോനെ, രഥം, ഇതെല്ലാം വെളിപ്പെട്ട് നിൽക്കുക. പക്ഷെ വെളിപ്പെടാതെ നിൽക്കുന്ന നിന്റെ നഗ്ന നേത്രങ്ങൾക്ക്, വെളിപ്പെടാതെ നിൽക്കുന്ന നിന്റെ ദൃശ്യമണ്ഡലങ്ങൾക്ക് കാണാൻ കഴിയാത്ത, അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ ഈ യുദ്ധം ഞാൻ ചെയ്തോളാം. ഇത് നിനക്ക് തന്നെ ചെയ്യാൻ ഒക്കത്തില്ല. ഈ യുദ്ധം നിനക്ക് തന്നെ ചെയ്യാൻ ഒക്കത്തില്ല. എനിക്ക് രഘുവിനെ വെട്ടേണ്ടതായിട്ടുണ്ട്, എനിക്ക് മഹാസർപ്പത്തെ കുത്തേണ്ടതായിട്ടുണ്ട്. അത് നിന്നെ കൊണ്ട് ചെയ്യാനൊക്കത്തില്ല. യുദ്ധം ഞാൻ ഏറ്റെടുത്തിരിക്കുക. ചില കുടുംബത്തിന് വേണ്ടി ഇന്ന് പകൽ യുദ്ധം ദൈവം ഏറ്റെടുക്കുകയാ. വിശ്വസികൾ ദൈവത്തെ ആരാധിക്കണം. നിനക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത പല മേഖലകളിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിവാഹം നടക്കാത്തതിന്റെ പുറകിൽ, ആ ജോലി കിട്ടാത്തതിന്റെ പുറകിൽ, ആ ജയം നടക്കാത്തതിന്റെ പുറകിൽ, ആ വാഗ്ദത്തം നിവർത്തിക്കാത്തതിന്റെ പുറകിൽ, ആ യാത്ര മുടങ്ങുന്നതിന്റെ പുറകിൽ, 400 എന്നുള്ളത് 430 വലിച്ചു നീട്ടുന്നതിന്റെ പുറകിൽ, ഹലോ, നിന്റെ വാഗ്ദത്തങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയാത്തതിന്റെ പുറകിൽ നീ അറിയാതെ വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. ഇതുപോലെ സ്വർഗം പറയുന്നു, ഞാൻ ആ യുദ്ധം ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ യുദ്ധം ചെയ്യും. ഇന്ന് പകൽ ചില കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയാ. ഓ, ശക്തിയോടെ അല്പ നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. രഘുവിനെ ദൈവം വെട്ടു, മഹാസർപ്പത്തെ കുത്തും, വഴി ദൈവം തുറക്കും. മിസ്രൈമിനെ ഇനി കാണത്തില്ല. ദൈവം അവനെ കടലിനകത്ത് ഈയക്കെട്ടിതാക്കുന്ന പോലെ താത്തുന്ന. ഏറ്റവും വെയിറ്റുള്ള സാധനം ഈയക്കെട്ടിയാ. മിസ്രൈമിനെ ഈയക്കെട്ടിതാക്കുന്ന പോലെ താത്തുന്ന ഒരു ഹല്ലേലൂയ പറയണം. താക്കാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ, വെട്ടാൻ തമ്പുരാൻ തീരുമാനിച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവം അത് ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാ, യുദ്ധം യഹോവയ്ക്കുള്ളതാ. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്റെ മുമ്പിൽ പുറപ്പെടുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ട്. ഓ, ശക്തിയോടെ ഹല്ലേലൂയ. രക്തത്താലെ വചനത്താലെ ജയം. വിവരിക്കുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 4:14 വായിച്ചേ. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സീസരെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസരെ രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹാരോശത്ത് വരെ ഓടിച്ചു. സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു, ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സീസര കാൽനടയായി ബാക്കി നമുക്ക് വായിക്കാം. സീസരയ്ക്ക് 900 ഇരുമ്പ് രഥങ്ങളുണ്ട്. എത്ര? ബാലാക്കിനൊന്നുമില്ല. ബാലാക്കിന് ഇരുമ്പ് രഥം ഒന്നുമില്ല. പ്രതിയോഗിക്ക് 900 ഇരുമ്പ് രഥം, അതിൻ്റെ സൈന്യം, അതിൻ്റെ യുദ്ധ സാമഗ്രികൾ എല്ലാം ഉള്ളതാണ്. പക്ഷെ യുദ്ധം ചെയ്തത് ആരാ? കേട്ടില്ല. ദൈവം യുദ്ധം തുടങ്ങിയപ്പോൾ സീസരയും അവൻ്റെ ഇരുമ്പ് രഥങ്ങളും അവൻ്റെ പടയാളിയും എല്ലാം തോറ്റ് തുന്നം പാടി. ആറുമറിയാതെ സീസറെ രഥത്തെ നിറങ്ങി. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഓടിച്ചെന്ന് കയറി എവിടെയെന്നറിയാമോ? 16 ദിവസമായി ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ദെബോരയുടെ കൂടാരത്തിലാണ്. ഹല്ലേലൂയ. മുട്ടുമടക്കിയിരിക്കുന്ന പ്രാർത്ഥനക്കാരുടെ കൂടാരത്തിലാണ് ചെന്ന് കയറിയേ. നീ അവിടെ ഇരുന്നാ മതി, അവിടെ വരുത്തും. നീ പ്രാർത്ഥിക്കുന്നിടത്ത് ആളിനെ വരുത്തും. മനസ്സിലാകുന്നവർ ആരാധിക്കാതിരിക്കൽ. ദൈവം ഇറങ്ങിയാൽ
ദൈവം യുദ്ധം തുടങ്ങിയാൽ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. സ്വർഗം യുദ്ധം തുടങ്ങിയാൽ സ്വർഗം നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഓ ഹല്ലേലൂയ. ദെബോരയ്ക്ക് ആകെ അറിയാവുന്ന പണി പ്രാർത്ഥിക്കാൻ അറിയാം, വെളിപ്പാട് കാണാൻ അറിയാം, ദൂത് പറയാൻ അറിയാം. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ തമ്പുരാൻ യുദ്ധം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നീ പടക്കളത്തിൽ പോകണ്ട. പടക്കളത്തിൽ നിൽക്കുന്നവൻ രഥത്തെ നിറങ്ങി ഓടി നിന്റെ അടുക്ക വരും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർ പോലെ ആരാധിക്കണം. ശത്രുവിനെ നിന്റെ കാൽ ചുവട്ടിക്കൊണ്ടുവരും. നിന്നെ പകയ്ക്കുന്ന പ്രതിയോഗിയായ ശത്രുവിനെ നിന്റെ കാൽ കീഴെ കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഓടി അണച്ച് ഭയപ്പെട്ട് കതച്ച് ഒരു രാജാവ് ഇവിടെ വീട്ടിൽ കയറി വരിക. ഇപ്പൊ ഭയം 900 ഇരുമ്പരഥമുള്ള സീസറിന്, അല്ലാതെ മുട്ടുമടക്കിയ പാവപ്പെട്ട ദെബോരയ്ക്കല്ല. ഇരിപ്പ് വേണ്ടാത്തൊന്നും നിങ്ങൾക്കാ ഭയം വന്ന്. മനസ്സിലായില്ലേ? ഭയം ഇപ്പൊ ആർക്കാ? 900 രഥമുള്ള സീസറയ്ക്ക്. മുട്ടുമടക്കിയ കൊച്ചിന് ഭയം വല്ലതും ഉണ്ടോ? ഇല്ല. ഇവൻ ഓടിക്കിടച്ച് വന്ന് പറഞ്ഞു, എനിക്ക് ഇച്ചിരി കുടിക്കാൻ തരണം. നല്ല ഒന്നാന്തരം പാല് ഒരു മൊന്ത നിറച്ചെടുത്ത് കൊടുത്തു. വീട്ടിൽ വന്ന് ശത്രു ചോദിച്ചാലും വയറ് നിറച്ച് കൊടുത്തേക്കണം. ചാകുന്നതിന് മുമ്പേ പാല് കുടിച്ചേച്ച് ചാകട്ടെ. നിങ്ങളല്ലേ പറഞ്ഞില്ല? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനത്തെ മുഴുവൻ നശിപ്പിച്ച നീ വെള്ളം കുടിക്കാൻ വന്നേക്കുവാന്ന് ചോദിച്ചുകൊണ്ട് ആ വാക്ക് തീർത്തുകൊണ്ട് ചെന്നൊന്നുമില്ല. വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ച് അവന് കുടിക്കാവുന്ന ദാഹം തീരുന്ന അളവിൽ ഒരു മൊന്ത നിറച്ചെന്തോ കൊടുത്തു, പാല് കൊടുത്തു. കുടിച്ചേച്ച് പറഞ്ഞു, അച്ഛൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കാണോ, ഇത്ര ക്ഷീണം പിടിച്ച് വിഷമിക്കുക, ഉറങ്ങാൻ പറഞ്ഞു. ആ കിടപ്പ് ഗാഠനിദ്രയായിപ്പോയി. ആദവന് ഗാഠനിദ്ര വരുത്തിയവന് ദൈവം ഇതുപോലെ ഗാഠത ഇവനെ വരുത്തിയിട്ടുള്ളൂ. ഹലോ, ഹല്ലേലൂയ പറയണം. എല്ലാ ഉറക്കമൊന്നും ഉറക്കമല്ല, ചിലതൊക്കെ ഗാഠനിദ്രയാ. പ്രൈസ് ദി ലോർഡ്. ആഭിചാരം ചെയ്ത് മടുത്തോനാ ഇവൻ. പല രാത്രി ഉറക്കളച്ച് ബാലാക്കിനെതിരായിട്ട് ആഭിചാരം ചെയ്തവനാ. പക്ഷെ ആ ഉറക്കത്തിൻ്റെ എല്ലാം കേടുന്ന് തീർത്തു. ഇന്നൊരൊറ്റ ഉറക്കം. സ്വത്രം പറയണം. ഇനി ഒരിക്കലും ഉണരാത്തൊരു ഗാഠനത്തിനാ ഇന്ന് പോലെ ആത്മാവ് പ്രവചിച്ചു പറയുക. ബാല്യ സീസരേക്ക് ഗാഠനത്തിനെ വരുത്തി. ഈ ഉറക്കം സുഖമാകാൻ വേണ്ടി അവളൊരു നല്ല പുതപ്പ് എടുത്ത് പുതപ്പിച്ചു. പുള്ളി തല മൂടിക്കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. ദൈവമക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെ രാത്രി മറഞ്ഞിരുന്ന് തുറച്ചു നോക്കിയവന്റെ കണ്ണു മൂടി. സ്തോത്രം പറയണം. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഇനി ഒന്നും നിനക്ക് വെളിപ്പെടത്തില്ല. വെളിപ്പെടാത്ത നിലയിൽ സീസറയുടെ കണ്ണു മൂടി. ഇന്നിപ്പോൾ ഞാൻ ദൂത് പറയുമ്പോൾ ചിലതിന്റെ കണ്ണു മൂടി നിന്റെ വിടുതൽ വെളിപ്പെടുത്താൻ പോകുകയാ. അല്ലെ, സഭയ്ക്ക് വിരോധമായി തുറച്ചു നോക്കുന്ന മണ്ഡലങ്ങളിൽ ദൂതന്റെ ചില കണ്ണുകളെ മൂടിക്കൊണ്ട് നിനക്ക് വേണ്ടി കൂടാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. അപ്പൊ ഈ കൂടാരം ഉറപ്പിച്ചേക്കുന്നത് 4 സൈഡിലോട്ട് ഇങ്ങനെ വടം വലിച്ചു കെട്ടി കുറ്റിയടിച്ച് കുറ്റിയിൽ കയറ് കെട്ടി ഉറപ്പിച്ചേക്ക് കൂടാരം. അതിലേതെങ്കിലും മൂലയ്ക്ക് ഒരു കൂടാരം ഊരി, ഒരു കുറ്റി ഊരിയാൽ കൂടാരം ചരി. അതുകൊണ്ട് ഏത് കാറ്റിലും പ്രതികൂലം പിടിച്ചു നിൽക്കാവുന്ന നിലയിൽ ഇങ്ങനെ 4 സൈഡിലോട്ട് വലിച്ചു മുറുക്കി കുറ്റി കെട്ടിയേക്കുക. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കയ്യിൽ ആയുധമില്ല, രഥമില്ല, വാളില്ല, കുന്തമില്ല, ഒന്നുമില്ല. എന്തോ ചെയ്യുന്നേ? അവൾ ആ കൂടാരക്കൂറ്റി ഒന്ന് ഊരി. സ്തോത്രം. ദൈവത്തിന് ഉപയോഗിക്കാൻ ശങ്കരൻ്റെ ഒരു മുഴങ്കോല് മതി. ദൈവത്തിന് ഉപയോഗിക്കാൻ ശിംശോൻ ഒരു കഴുതയുടെ പച്ചത്താടിയിലും മതി. സ്തോത്രം പറയണം. സീസറയ്ക്ക് ഉപയോഗിക്കാൻ ഒരു ചെറിയ കുറ്റിയും ഒരു ചുറ്റിയും കൂടെ മതി. അന്ന് ഈ കുറ്റി ഉറപ്പിച്ച ചുറ്റിയെ കളഞ്ഞില്ല, അതാ മൂലയ്ക്ക് കിടന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ മൂലയ്ക്ക് കിടന്ന ചുറ്റികയും എടുത്തു, ഈ കുറ്റിയുടെ ഒന്ന് ഊരി. അവക്കറിയാം കൂടാരം ചരിയും. എൻ്റെ കൂടാരം ചരിഞ്ഞാലും കുഴപ്പമില്ല, പ്രതിയോഗിയെ തളയ്ക്കാൻ അവൾ തീരുമാനിച്ചു. ഇന്ന് പകരം പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിന് ക്ഷതം വന്നാലും നീ ഇന്ന് പകരം മൗനമാകരുത്. നീ ഇന്ന് പകരക്കാലം ദൈവാത്മാവ് നിയോഗിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ഏറ്റെടുക്കുന്നവർ മാത്രം കരം ചേർത്തടിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആഴമായ കൃപയുടെ ദൂത് ഇന്ന് പകൽ ആത്മാവ് സഭ
സഭയോട് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. അവൾ ആ കുറ്റി ഊരി ആ ചെന്നിക്കോട്ട് വെച്ചിട്ട് ആ ചുറ്റിയ കൊണ്ട് അടിച്ച് ആ ഭൂമി വരെ അങ്ങ് ഉറപ്പിച്ചു. സ്തോത്രം. ദൈവം യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ, ഹലോ, നിനക്ക് മുമ്പായി ദൈവം പുറപ്പെടാൻ തുടങ്ങിയാൽ നീ ചുമ്മാ ഇങ്ങനെ ചേർന്ന് നിന്നാ മതി. ബാക്കിയെല്ലാം ദൈവം അങ്ങ് ചെയ്യുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിവരിക്കുന്നതിൽ 5-ാമത്തെ കാര്യം ആവർത്തന പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. 9:3. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന്റെ പേരൊന്ന് ചെറുതായിട്ട് മാറാൻ പോവുകയാണ്. നിന്റെ ദൈവമായ യഹോവ ഇന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നുവെന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ നിന്ന് താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ പറയണം. ചിലതിനെയൊക്കെ കരിക്കണം. അതിന് തീ കത്തിയാലേ ഒക്കത്തുള്ളൂ. സ്തോത്രം. ചിലതിനെ ദഹിപ്പിക്കണം. അതിന് തീ കത്തിയാലേ ഒക്കത്തുള്ളൂ. ഏതിനെയാണ് കരിക്കേണ്ടത്? ഏതിനെയാണ് ദഹിപ്പിക്കേണ്ടത്? ഒന്ന് വായിച്ചേ. ആവർത്തനം 9 തന്നെ 1-2 വായിച്ചേ. ഇസ്രായേലിയെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്നു നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും, നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും, ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും, വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന വലിപ്പവും പൊക്കവുമുള്ള അനാക്യ ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുൻപാകെ നിൽക്കാകുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. നാട്ടിലൊരു പഴഞ്ചൊല്ല്. അനാക്യരുടെ മുമ്പിൽ നിൽക്കുന്നത് ആര്? അനാക്യരുടെ വലിപ്പം 3:11 വായിച്ചാൽ. ആവർത്തനം 3:11. അനാക്യരുടെ വലിപ്പം. ബാശാൻ രാജാവായ ഹോഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ മഞ്ചം, നമ്മുടെയൊക്കെ കട്ടിൽ തടി കൊണ്ടുള്ളതാ. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതാ. തടി കൊണ്ടുള്ള കട്ടിൽ വെച്ചാൽ ഒടിഞ്ഞു പോകും. കാരണം ഒരു തടിക്കട്ടിൽ ഇവന് ഒതുങ്ങത്തില്ല. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതും അവന്റെ മഞ്ചം അമോന്യ നഗരമായ രബായിലുണ്ടല്ലോ, അതിന് പുരുഷന്റെ കൈക്ക് 9 മുഴം നീളം. നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ അങ്ങനത്തെ കട്ടില്? ഒരു മുഴം 1.5 ഫീറ്റാ. ഒരു മുഴം മനുഷ്യന്റെ കൈയുടെ ഒരു മുഴം 1.5 ഫീറ്റാ. 9 മുഴമെന്ന് പറഞ്ഞ 9 × 9 9.5 4.5 13.5 അടി നീളമുള്ള കട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ ബാംഗ്ലൂർ? ഹലോ, അവന്റെ വലിപ്പം മനസ്സിലായോ? കിടക്കുന്ന കട്ടിലിന്റെ നീളം മനസ്സിലായോ? 13.5 അടി നീളം, 7.5 അടി വീതി. ഏത് മുറിക്കകത്തുകൊണ്ട് ഇടാനാ? പ്രൈസ് ലോർഡ്. അപ്പൊ അവൻ വലിപ്പമുള്ള ജാതി, പൊക്കമുള്ള ജാതി, പൊക്കത്തിൽ മതില് പണിത ജാതി, പൊക്കത്തിൽ വീട് വെച്ച ജാതി. പ്രൈസ് ലോർഡ്. അവനെ ഒതുക്കാൻ നിനക്കൊക്കത്തില്ല. അതിന് ഞാൻ ഇന്നലെ വരെ മുമ്പ് യുദ്ധം ചെയ്ത പോലെ അല്ല ഇന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി രംഗത്ത് വരാൻ പോവാ. ശത്രു വലിപ്പമുള്ളവനാണെങ്കിൽ ഞാൻ എൻ്റെ രൂപം മാറ്റും. സ്തോത്രം പറയണം. ഞാൻ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നത്, ഞാൻ ചിലതിനെ വേരോടെ കരിക്കാൻ പോകുകയാ. ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി. മനസ്സിലാകുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ അസൂരിന്റെ സ്വഭാവം യെശയ്യാ പ്രവചനം 10:17
യെശയ്യാവ് 10:17. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അതു കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തും. ജ്വാലയും തീയുമായി ഇസ്രായേലിന്റെ പരിശുദ്ധൻ കത്തും. ഒരു ദിവസം കൊണ്ട് കത്തും. കത്തിയിട്ട് അവൻ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. സ്തോത്രം പറയണം. ആരാ മുള്ളും പറക്കാരെയും? 12-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത പാപത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ട് എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. ഈ മുള്ളും പറക്കാരെയുമായിരിക്കുന്ന അസൂരിന്റെയും അനാക്യരുടെയും ദേശത്തെ ദൈവം ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. മുള്ളും പറക്കാരെയുമായനെ ഞാൻ കത്തും. ഞാനൊരു തീയായി, ഒരു ജ്വാലയായി ഇന്ന് അതിനെ ദഹിപ്പിക്കുന്നു പറഞ്ഞ് യഹോവയായ ദൈവം ഇറങ്ങിയ ദിവസം ഈ അസൂരിന്റെ ശക്തി, ഈ അനാക്യ മലന്മാരുടെ ശക്തി എല്ലാം ദൈവം ഒറ്റ ദിവസം കൊണ്ട് കത്തിച്ചു കളഞ്ഞെങ്കിൽ ദൈവം പറയാണ്, നിനക്ക് തന്നെ നേരിടാൻ കഴിയാത്ത മേഖലകളിൽ വലിപ്പം കൊണ്ടും സ്വാധീനം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന ചിലതിനെ നശിപ്പിക്കാൻ ഞാനൊരു തീയായി പുറപ്പെടുകയാ. ഇന്ന് പകൽ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടുകയാ. ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ചോ. ദൈവം ചിലർക്ക് മുമ്പായി പുറപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ചെന്ന സമയമുണ്ടെങ്കിൽ യെശയ്യാ പ്രവചനം 36-37 അടുപ്പിച്ച് ഇന്ന് രാത്രി ഇന്ന് പകൽ വായിക്കണം. ഈ യോഗം കഴിഞ്ഞുള്ള സെക്ഷൻ കഴിഞ്ഞ് വായിച്ചാൽ മതി. 36-37 വായിക്കണം. അവിടെ നിന്ന് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹിസ്കിയാ രാജാവിൻ്റെ ഭരണകാലത്ത് അസൂർ രാജാവായിരുന്ന സൻഹേരീബ് സത്യദൈവത്തെ നിന്ദിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ രാജാവെന്ന ഭക്തനായ ഹിസ്കിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാണ്. കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല എന്ന് പറഞ്ഞ് ഭക്തൻ നിലവിളിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, ഹിസ്കിയാവേ നീ വിഷമിക്കേണ്ട, യുദ്ധം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാ. ഇന്ന് പകൽക്കാലം സഭയ്ക്ക് കഷ്ടം നേരിടുമ്പോൾ, സഭയ്ക്ക് ദുഃഖം നേരിടുമ്പോൾ, സഭയ്ക്ക് അല്ലിയ നിന്ന നേരിടുമ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഇവന്റെ അഹങ്കാരം കൊണ്ട് യുദ്ധത്തിന് സീസരെ സൻഹേരീബ് വന്നപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറഞ്ഞു, മോനെ ഇതിലൊന്നും ഞാൻ വരണ്ട കേസില്ല, ഒരു ദൂതനെ വിട്ടാൽ മതി. ഒരു ദൂതൻ ഇറങ്ങി 1,85,000 പേരെ ഒറ്റ അടിക്ക് തീർത്തു. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല? എടാ, ദൈവം ഇന്ന് പകൽക്കാലം ഒരു ദൂതനെ ഇറക്കിയാൽ കെട്ടഴിയും. നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മറുപടിയുമായി സ്വർഗം ഇന്ന് പകൽ ഇറങ്ങിയാൽ ശക്തമായി ദൈവം ദൂത് പറയുകയാ. ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, ഭീതിപ്പെടുന്ന ചില പോരുകൾ ഒതുക്കിക്കളയുവാൻ, പറിച്ചു കളയുവാൻ, വേലയില്ലാതെയാക്കുവാൻ, നിയമക്കുരുക്കാക്കാൻ ഒക്കെ അണിയറയിൽ ഗൂഢതന്ത്രങ്ങൾ മെനയുമ്പോൾ സ്വർഗം ദൂതനെ ഇറക്കി. ഒറ്റ ദൂതനെ കൊണ്ട് 1,85,000 തീർക്കുന്ന, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം. വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയമില്ലേലും 2 വാക്യം വായിക്കണം. യെഹെസ്കേൽ 28-24 വായിച്ചു.
യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-24 വാക്യം. ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല. എല്ലാരും പറഞ്ഞേ, ഇസ്രായേൽ ഗൃഹമേ, നിന്നെ നിന്ദിക്കുന്ന ചുറ്റുമുള്ള കുറെ കുത്തുന്ന മുള്ളുണ്ടല്ലോ, നോവിക്കുന്ന കുറെ പറക്കാരെ ഉണ്ടല്ലോ, ഇനി ഉണ്ടാകത്തില്ല. കാരണം ദഹിപ്പിക്കുന്ന അഗ്നി ഇറങ്ങി മുള്ളും പറക്കാരെയും ഒരുപോലെ കത്തിക്കുന്ന, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹോവയായ കർത്താവ് ആരെന്ന് പകൽക്കാലം അറിയും. ഹല്ലേലൂയ. അതിന്റെ തന്നെ 22 വായിച്ചു. 22 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഒന്നുകൂടെ വായിച്ചേ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു. 22 വാക്യം വായിക്കുന്ന അതേ അധ്യായം 22. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ സീദോനെ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്നവരറിയും. നിങ്ങളൊരു മർമ്മം അറിയണം. നമ്മുടെ ഈ ആഗാബിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ആ വിചാരക്കാരി, അവള് സീദോന്യക്കാരിയാ. ഹലോ, 400 ബാലിന്റെ പ്രവാചകന്മാരെയും 450 അസേരയുടെ പ്രവാചകന്മാരെയും വെച്ച് അവിടെയെല്ലാം കള്ളപ്രവാചകന്മാരെ തീറ്റിപ്പോറ്റി ദൈവത്തിന്റെ പ്രവാചകനെ ഗുഹയെ കൊണ്ടിരുത്തിയേക്കുന്ന ഈ ഇസബേല് സീദോന്യക്കാരിയാ. അപ്പൊ സീദോന്റെ വ്യാപാരം ആഭിചാരമാ. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൾ നാട് ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യയാണെങ്കിൽ അവിടെ പരിപാടി ആഭിചാരമാ. നമുക്കൊരു വശീകരണ ശക്തിയുണ്ട്. അഭിഷേകമുള്ള ഏകു വന്നാൽ മുകളിലത്തെ നിലയിൽ കയറി കിളിവാതിലിൽ കൂടെ എറികണ്ണിട്ട് നോക്കുന്ന ഒരു വ്യാപാരം അവക്കുണ്ട്. എത്ര പേര് വന്നു, എത്ര പേര് പോയി, പകൽ എത്ര ഉണ്ടായിരുന്നു, വൈകിട്ട് എത്ര ഉണ്ടായിരുന്നു, പകൽ ആരാ പ്രസംഗിച്ച, രാത്രി ആരാ പ്രസംഗിച്ച, ദൂത് വല്ലതും പറഞ്ഞോ, വിടുതൽ വല്ലതും നടന്നോ, തുറച്ചു നോക്കുന്ന ഒരു കണ്ണുണ്ട്. എന്തോ മനസ്സിലാകാന്? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? സീദോന്യ ശക്തിക്ക്, സീദോന്യ വ്യാപാരത്തിന് തുറച്ചു നോക്കുന്ന, എറികണ്ണിട്ട് നോക്കുന്ന ഒരു വ്യാപാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കത്തിക്കും. ഇന്ന് പകൽ സീദോന്യ മുള്ളുകളെ, മോവാബിയ പറക്കാരകളെ ദഹിപ്പിക്കുന്ന ഒരു വ്യാപാരം സഭയ്ക്കകത്ത് വെളിപ്പെടണം. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഒരു പൊത്തുവരുത്തമായ തീയല്ല. ഇന്ന് പകൽ ആത്മാവിന്റെ അഭിഷേകം ഇവിടെ കത്തിയാൽ ചില മുള്ളുകൾ കരിയാൻ പോകുകയോ. ഓ ഹല്ലേലൂയ. ആരാധന വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ആരാധിച്ചുയരാൻ കഴിയാതെ, പ്രാർത്ഥിച്ചുയരാൻ കഴിയാതെ, അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ കഴിയാതെ, ഓ റമാന റിബാല ബാബാ ബാബാ ശാംദാരാദാര വൈദാരമന. ഞാനൊരു ആത്മീക മർമ്മം നിങ്ങളോട് പറയാം. ഇതൊക്കെ നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുന്ന എനിക്കറിയത്തില്ല, എങ്കിലും പറയുക. അസൂർ ഒരിക്കലും രംഗത്ത് വരത്തില്ല. അസൂർ എപ്പോഴും മറഞ്ഞിരുന്ന പരിപാടി. അവനെ കാണണം അധികാലത്ത് എഴുന്നേറ്റ് നൈൽ നദിയുടെ തീരത്ത് പോയി വളരെ പരിശ്രമിച്ചെങ്കിലേ അവൻ്റെ വ്യാപാരം കാണാൻ. അവൻ ആഴത്ത് നിൽക്കുക, വെളിപ്പെട്ട് വരത്തില്ല. അത് അഭിഷേകം പ്രാപിച്ച മോശയ്ക്ക് അതിനെ മണ്ടക്കിട്ട് വടി കൊണ്ട് അടിക്കാനൊക്കത്തുള്ളൂ. സീദോൻ വെളിപ്പെട്ട് നിൽക്കുന്നതാ. എല്ലാവരും എൻ്റെ കൂടെ ആണോ? സീദോൻ വെളിപ്പെട്ട് നിൽക്കുന്ന വ്യാപാരവും അപ്പൊ തന്നെ ഈ അസൂര് മറഞ്ഞിരിക്കുന്ന വ്യാപാരമാണ്. ഈ രണ്ടിനെയും കർത്താവ് ദഹിപ്പിക്കുമെന്നാ പറഞ്ഞ്. ഒന്ന് മുള്ളും ഒന്ന് പറക്കാരേമാ.
ഹലോ, മറഞ്ഞിരിക്കുന്ന ഒന്ന് പറക്കാരെയും വെളിപ്പെട്ട് വന്നത് മുള്ളുമാ. സ്വർഗം പറഞ്ഞ് രണ്ടും ഞാൻ കരിക്കും. 16-ാമത്തെ പകൽ ആത്മാവ് പറയുന്നത് രണ്ടും കരിക്കാൻ പോകുകയാ. വെളിപ്പെട്ട് നിൽക്കുന്നതും മറഞ്ഞു നിൽക്കുന്നതും. ഹല്ലേലൂയ. രംഗത്ത് പ്രതിയോഗിയായി നിൽക്കുന്നതും രംഗത്ത് വെളിപ്പെടാതെ നിൽക്കുന്നതും രണ്ടും ഇന്ന് പകൽ ദൈവം തകർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ദൂതല്ല. ഇത് ചില നാളുകൾ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. ഇത് സൂമിൽ കാണുന്നവർ കേൾക്കണം. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറക്കെതിരെ, ബിസിനസിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, ജോലിക്കെതിരെ മറഞ്ഞും തെളിഞ്ഞും വ്യാപരിക്കുന്ന ചില മുള്ളും പറക്കാരെയും ഇന്ന് പകൽ ആത്മാവിന്റെ തീയിൽ കരിയുകയോ. വിശ്വസിക്കുന്നവരെ രണ്ടു കരം ചേർത്തടിച്ച് അല്പ നിമിഷങ്ങൾ. ഓ രൂഢ ബാല ധീര ധാര വൈഡ രഗത രൗഡ റിമനെ അർത്ഥ രമന. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. എല്ലാ കരമടിച്ച് അതരം തുറന്ന് അഭിഷേകത്തോടെ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന വ്യാപാരങ്ങൾ, മുള്ളും പറക്കാരെയും, ഓ അസൂരിന്റെ വ്യാപാരങ്ങൾ, സീദോന്യ വ്യാപാരങ്ങൾ, അമാലേക്ക് വ്യാപാരങ്ങൾ ഇന്ന് വരെ എല്ലാം കരിയുവാൻ യുദ്ധം യഹോവയ്ക്കുള്ളത്. നിന്റെ മുമ്പായിട്ട് അവൾ പുറപ്പെടുകയോ, നിന്റെ മുമ്പായിട്ട് അവൾ പുറപ്പെടുകയോ. ഏറ്റെടുത്ത് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനൊന്നും മറഞ്ഞിരിക്കത്തില്ല. ആത്മാവ് പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെടുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പുറപ്പെടുന്ന ദൈവം ഇന്ന് പകൽ ദഹിപ്പിക്കുന്ന അഗ്നിയായി ചില മുള്ളും പറക്കാരെയും കത്തിക്കാൻ പോകുകയാ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കത്തിക്കുക. ഇന്ന് കണ്ട പലതിനെ നാളെ നീ കാണാതിരിക്കത്തക്ക നിലകളിൽ ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരം ഇന്ന് പോലെ നിനക്ക് വേണ്ടി ചലിക്കുകയാ. ഏറ്റെടുക്കുന്നവരെല്ലാം ഒരു നിമിഷം ആത്മാർത്ഥമായി ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. അസാധാരണമായ ചില വിടുതലുകൾ നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുകയോ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം, രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. ഹല്ലേലൂയ. അഴിയട്ടെ, ചില പോരുകൾ അഴിയട്ടെ, ചില ശാപങ്ങൾ അഴിയട്ടെ, ചില രോഗങ്ങൾ അഴിയട്ടെ, ചില കുരുക്കുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില കുത്തുന്ന മുള്ളുകൾ കരിയട്ടെ. ഓ ചില പാറക്കാരകൾ കരിയട്ടെ. വഴികൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ചൂടാ മന ധര ജന രഗത രൗഡ റിമന അർത്ഥ മനകെ വൈഡ റിമലെ. അഭിഷേകം പ്രാപിച്ചവർ മൗനമായിരിക്കാതെ ശക്തിയോട് അല്പ നിമിഷങ്ങൾ പോരാടി ആരാധിക്കുമല്ലോ. ഓ അർത്ഥുരതി മനപരകതേര ഉടമന ദുരവക്ഷകറിപരാജകരാജ ദൂരാനഗതാരൗഡമനാദര ഭേദിക്കടക ദുടകെട്ട വൈഡച്ചാല അർത്ഥക്കമന അടകക്കെട്ടി വൈഡച്ചാലം വേദിക്കടകം ദുടകക്കെട്ടം വേദികരാജം ദൂടമരാജം വൈഡകവേദം അർത്ഥരജാലം വേദീരകത റൗഡാമാന. ഇന്ന് പകൽക്കാലം ആഴത്തിൽ ചില പോരറിയട്ടെ. ചില തുറച്ചു നോട്ടങ്ങൾ, എറികണ്ടിട്ടുള്ള നോട്ടങ്ങൾ, വലത്തുപോക്കിനെ ശ്രദ്ധിക്കുന്ന പോരുകൾ, നന്മയ്ക്ക് വിരോധമായി കെട്ടുന്ന ആഭിചാരങ്ങൾ ഒക്കെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആഴത്തിൽ അടിയട്ടെ. വേരോടെ കരിയട്ടെ, വേരോടെ കരിയട്ടെ. ഹല്ലേലൂയ. ഒരിക്കലൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു മർമ്മം നിങ്ങൾ അറിയണം. യേശു കരുതപ്പൊട്ടിക്കുറത്ത് കയറി
ദേവാലയത്തിൽ വന്നു. ദേവാലയ ശുദ്ധീകരണം നടത്തിയിട്ട് പരസ്യമായി പറഞ്ഞത് കള്ളന്മാരുടെ ഗുഹയല്ല, എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയമാണ് എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ അവിടുന്ന് ബഥാനിയിൽ പോയി പാർത്ത വീട്ടിൽ നിന്ന് അത്താഴം കിട്ടിയില്ലെന്ന എൻ്റെ ചിന്ത. തെറ്റിദ്ധരിക്കല്ല. കാരണം രാവിലെ വന്നപ്പോൾ വിശന്നെന്ന. രാത്രി അത്താഴം കഴിച്ചായിരുന്നെങ്കിൽ രാവിലെ വന്നപ്പോൾ വിശക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്തോത്രം. രാവിലെ വരുമ്പോൾ അവന് നന്നായിട്ട് വിശന്നു. അപ്പോൾ ആ വീട്ടിലൊന്നും ഇല്ലായിരുന്നു, പാർത്ത വീട്ടിലൊന്നും ഇല്ലായിരുന്നു. വിശന്നത് കൊണ്ട് നന്നായി തളർന്നിരിക്കുന്ന ഒരു അത്തി കണ്ടു. അത്തിക്കകത്ത് ഒരു ഫലമെങ്കിലും ഉണ്ടോ എന്ന് ആ വിശപ്പിൻ്റെ ഇതുകൊണ്ട് നോക്കിയതാണ്. പക്ഷെ ഒന്നും കണ്ടില്ല. ഇപ്പം കർത്താവ് പറഞ്ഞു, ഇനി മേലാൽ ഫലം ഉണ്ടാകാതെ പോട്ടെ എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ വേരോടെ ഉണങ്ങിയെന്ന, അത്തിയുടെ മണ്ട ഉണങ്ങിയെന്നല്ല, വേരോട് ഇതങ്ങ് തഴച്ച് നിൽക്കുക. സ്തോത്രം. വേര് നമ്മുടെ വിശ്വാസി തോമാച്ചൻ്റെ പറമ്പിലും അവറാച്ചൻ്റെ പറമ്പിലും മത്തായിച്ചൻ്റെ പറമ്പിലും ഒക്കെ വേര് പോയേക്കുന്നത് ആർക്കും കാണത്തില്ല. അടിയിൽ കൂടെ പോയി അവിടുത്തെ എടുത്തുകൊണ്ട് വന്ന് പുള്ളി തടച്ച് നിൽക്കുക. ഹലോ. അപ്പോൾ തമ്പുരാന് മനസ്സിലായി, എൻ്റെ വിശ്വാസ വീട്ടിലൊക്കെ ഫലം കായ്ക്കേണ്ട നന്മയെല്ലാം കൂടെ ഇവൻ കായ്ക്കത്തുമില്ല, അടിയിൽ കൂടെ വലിച്ചെടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? രംഗത്ത് കാണാതെ അടിയിൽ കൂടെ വലിച്ചെടുത്ത് തഴച്ച് നിൽക്കുക. തമ്പുരാൻ വേരുണക്കി. ഇന്ന് പകൽ പലതിൻ്റെയും ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ട, നിന്റെ മക്കൾ അനുഭവിക്കേണ്ട നന്മ, അവിടുത്തെ വളം, അവിടുത്തെ കപ്പ വിളയാനും അവിടുത്തെ പ്ലാവ് കായ്ക്കാനും അവിടുത്തെ തെങ്ങ് വിളയാനും ഇട്ട വളം, അവിടുത്തെ വാഴ കൊലയ്ക്കാനിട്ട വളം, ആ പറമ്പിലെ അത്തി കായ്ക്കാനിട്ട വളം, ആ പറമ്പിൽ ഒലിവ് കായ്ക്കാനിട്ട വളം, ആ പറമ്പിൽ മുന്തിരി കായ്ക്കാനിട്ട വളമെല്ലാം കൂടി ഇവൻ അടിയിൽ കൂടെ വലിച്ചെടുത്തു. ഹലോ. എന്നിട്ട് ഇവനിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുക തടച്ച്. സ്തോത്രം. തമ്പുരാന് മനസ്സിലായി, ഈ നിപ്പ് നിന്നാൽ ഇനിയും പലരുടെയും നന്മ വലിച്ചെടുക്കും. ഇനി ഇവൻ ആരുടെ എടുക്കല്ലേ. ഒറ്റ വാക്കിൽ വേരുണക്കി. ഈ 16-ാമത്തെ പകൽ ദൈവം അത് ചെയ്യും. 16-ാമത്തെ പകൽ ദൈവം അത് ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. ആഴത്തിൽ നിന്റെ നന്മയെ വലിച്ചെടുക്കുന്നതിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവ് ഉണക്കുകയോ. ഹല്ലേലൂയ. ഓ